പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മലയാള ഭാഷയുടെ മഹാപാരമ്പര്യത്തിൻ്റെ അതിമഹത്തായ ഈടുവയ്പ്പുകളാണ് കവിതകൾ. മനുഷ്യാനുഭവങ്ങളുടെ അർത്ഥസാന്ദ്രവും അതിസൂക്ഷ്മവുമായ ആവിഷ്കാരങ്ങളാണ് കവിതകൾ. എത്രയോ മഹാപ്രതിഭാശാലികൾ ഉഴുതുമറിച്ചു വിത്തു വിതച്ചു നൂറുമേനി വിള കൊയ്തെടുത്ത വസന്തഭൂമികയാണത്. അധിനിവേശത്തെ പ്രതിരോധിച്ച കവിതകൾ, പരിവർത്തനത്തിൻ്റെ പടയോട്ടത്തെ നയിച്ച കവിതകൾ, പ്രണയത്തിൻ്റെ വാക്കായി മാറിയ കവിതകൾ. അഭിമാനത്തോടെ പറയാം, മലയാള കവിത എന്നും മുൻനിരയിലാണ്. മലയാണ്മയെ തുയിലുണർത്തുന്ന കേരളത്തിൻ്റെ ഈ പ്രബുദ്ധവേദിയിൽ അടുത്ത ഊഴം കവികളുടേതാണ്. പ്രിയപ്പെട്ടവരെ, കേരളീയത്തിൻ്റെ ഭാഗമായുള്ള കവിയരങ്ങ് ഇവിടെ സമാരംഭിക്കുകയാണ്. ഈ ചടങ്ങിന് ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി കേരള സാഹിത്യ അക്കാദമിയുടെ ബഹുമാനീയനായിട്ടുള്ള സെക്രട്ടറി ശ്രീ CP അബൂബക്കർ സാറിനോട് ഏറെ സൗനീയം സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, കേരളീയം പരിപാടിയുടെ രണ്ടാമത്തെ ദിവസമാണിന്ന്. കേരള സാഹിത്യ അക്കാദമി 4 ദിവസത്തെ പരിപാടികളാണ് ഈ വേദിയിൽ നടത്താൻ ചുമതലയേറ്റിട്ടുള്ളത്. അതിലാദ്യത്തെ പരിപാടിയാണ് ഇന്നത്തേത്, കവിയരങ്ങ്. നമ്മുടെ കയ്യിലുള്ള സമയം വളരെ പരിമിതമായതുകൊണ്ട് സ്വാഗത പ്രസംഗം വേണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ കവികളെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സ്വാഗത പ്രസംഗം വളരെയേറെ സമയമെടുക്കുമെന്നുള്ളതുകൊണ്ട് എല്ലാ കവികളുടെയും പേര് ഒരു തവണ വായിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ള ഒരു ദൗത്യമാണ് ഞാൻ നിർവഹിക്കുന്നത്. സച്ചിദാനന്ദൻ മാസ്റ്റർ, ഏഴാച്ചേരി രാമചന്ദ്രൻ, പ്രഭാവർമ്മ, OV ഉഷ, പ്രൊഫസർ V മധുസൂദനൻ നായർ, കുരീപ്പുഴ ശ്രീകുമാർ, VS ബിന്ദു, PK ഗോപി, PN ഗോപികൃഷ്ണൻ, അനിത തമ്പി, രാവുണ്ണി, ന്യൂസ് മേരി ജോർജ്, മുരുകൻ കാട്ടാക്കട, വിനോദ് വൈശാഖി, അശോകൻ മറയൂർ, മോഹനകൃഷ്ണൻ കാലടി, അസീം താനിമൂട്, വിഷ്ണു സുജാത മോഹൻ, വിനോദ് വെള്ളായണി, MR രേണുകുമാർ, ശ്രീജിത്ത് അരിയല്ലൂർ, H ശാന്തൻ. ഇതിൽ ചില ആളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടില്ല. ഇവരെല്ലാവരെയും പരിചയപ്പെടുത്തുകയാണെങ്കിൽ ദീർഘനേരം സംസാരിക്കേണ്ടതായിട്ട് വരും. അതിന് ഞാൻ മുതിരുന്നില്ല. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കവികൾക്കും, ഇനി എത്തിച്ചേരാനുള്ള കവികൾക്കും സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പരിപാടിയിൽ സന്നിഹിതരായിട്ടുള്ള ശ്രോതാക്കൾക്ക്, സദസ്സിന് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗം കൂടിയായിട്ടുള്ള ശ്രീമതി VS ബിന്ദു ടീച്ചറെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഏറ്റവും പ്രിയമുള്ളവരെ, ഒരു ബഹുമുഖ സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിതം എങ്ങനെയാകണം എന്ന് തീരുമാനിക്കുന്ന ഘട്ടത്തിലാണ് നാം എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഇവിടെ കവിതയുടെ വിവിധ സ്രോതസ്സുകളിലൂടെ ലോക കവിതയുടെ ഒരു നിര എന്ന് തന്നെ നമുക്ക് അഭിമാനപൂർവ്വം പറയാവുന്ന തരത്തിലുള്ള കവികളാണ് നമുക്കൊപ്പമുള്ളത്. നമ്മളെങ്ങനെ ജീവിക്കണം, നമ്മുടെ നാടിൻ്റെ പെരുമ എങ്ങനെയാണ് എല്ലാവരെയും അറിയിക്കേണ്ടത്, ആ നാടിനോട് എങ്ങനെയാണ് കർത്തവ്യനിരതരായി നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത്, കവിതയുടെ ഭാഷയിൽ എല്ലാ ദുഃഖങ്ങളെയും എല്ലാ വൈകാരികതകളെയും എല്ലാ മോഹങ്ങളെയും മോഹഭംഗങ്ങളെയും എങ്ങനെയാണ് സ്വീകരിക്കുക എന്നൊക്കെയുള്ള ഏറ്റവും ആർദ്രവും ഏറ്റവും ജീവിതത്തെ തന്നെ തൊടുന്നതുമായ മൂല്യവത്തായ നിമിഷങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ആ കടന്നുപോകലിലേക്ക്, അതിൻ്റെ ഒരു വാതിൽ തുറക്കുന്നതിലേക്ക് ഇവിടെ സംസാരിക്കുന്നത് ഈ പരിപാടി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് സാഹിത്യ അക്കാദമിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്നതാണ്. കേരളീയത്തിൻ്റെ ഭാഗമായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓപ്പണിംഗ്, ഒരു വാതിൽ തുറക്കുന്നത് പ്രിയപ്പെട്ട സച്ചിദാനന്ദ മാഷാണ്. നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ, നമ്മുടെ എന്ന് തന്നെ പറയുന്നു, നമ്മുടെ എല്ലാവരുടെയും സാഹിത്യ പരിശ്രമങ്ങളുടെ കേന്ദ്രമായ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സച്ചി മാഷാണ് ഇതിന് ഉദ്ഘാടനം നിർവഹിക്കുക. മാഷെ ക്ഷണിച്ചുകൊണ്ട് കവിത മറ്റൊരവസരത്തിൽ ചൊല്ലാം എന്നുകൂടി അറിയിച്ചുകൊണ്ട് സമയത്തിൻ്റെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വേദിയിൽ നിന്ന് മാറുകയാണ്. മാഷെ സാദരം ക്ഷണിക്കുന്നു. സഹോദര കവികളെ, പ്രിയ
ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, വളരെ ദീർഘമായൊരു ഉദ്ഘാടന പ്രഭാഷണത്തിൻ്റെ അനൗചിത്യം എനിക്ക് വളരെ നന്നായി അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രഭാഷണത്തിലേക്ക് ഞാൻ കടക്കുന്നതേയില്ല. ഇന്നത്തെ കവിയരങ്ങിന് ആമുഖമായി സ്വാനുഭവത്തിൽ നിന്ന് കവിതയെക്കുറിച്ചുണ്ടായിട്ടുള്ള 2-3 ധാരണകൾ ഏറി വന്നാൽ 5 മിനിറ്റ് കൊണ്ട് പങ്കുവയ്ക്കാൻ മാത്രമാണ് ഞാൻ മുതിരുന്നത്. ഒന്നാമത്, ഇത് ഞാൻ മാത്രമല്ല, ഒരുപക്ഷെ എല്ലാ കവികൾക്കും, എനിക്ക് മാത്രമല്ല, എല്ലാ കവികൾക്കുമുള്ള ഒരു അനുഭവം ആയിരിക്കണം അത്. കവിത എന്നത് നിരന്തരമായ ഒരു സംഭാഷണമാണ്, സാന്ദ്രമായ ഒരു സംഭാഷണമാണ്. അതിൽ അവനവനോടുള്ള സംഭാഷണമുണ്ട്, അപരരോട് അഥവാ സമൂഹത്തോടുള്ളൊരു സംഭാഷണമുണ്ട്, അതിൽ പ്രകൃതിയോടുള്ളൊരു സംഭാഷണമുണ്ട്, അതിൽ പ്രപഞ്ചം എന്ന് നാം വിളിക്കുന്ന ഈ മഹാരഹസ്യവുമായുള്ള ഒരു സംവാദവും ഉണ്ട്. ഞാൻ വായിച്ചിട്ടുള്ള ഉത്തമ കവികളിലെല്ലാം ഈ സംഭാഷണത്തിൻ്റെ 4 തലങ്ങളും പല രീതികളിൽ ആവിഷ്കരിക്കപ്പെടുന്നത് കാണാനിടയായിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ കവിതയെക്കുറിച്ചുള്ള എന്തോ ഒരു സത്യം, കവിത അനിർവചനീയമാണെങ്കിൽ പോലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തേത്, കവിത, ഏത് തരം കവിതയാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അത്ഭുതപ്പെടുത്തുന്ന നവീനത കൊണ്ട് ഇതുവരെ എഴുതപ്പെട്ട കവിതകളിൽ നിന്ന് ഘടനാപരമായും ഭാഷാപരമായും വ്യത്യസ്തമായ, അതേസമയം സഫലമായി സംവേദനം നിർവഹിക്കുന്ന തരത്തിലുള്ള കവിത എന്നാണ് ഞാൻ പറയുക. അത് വളരെ വൈയക്തികമായ ഒരു ഉത്തരമാണ് ആ ചോദ്യത്തിന് എന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. മൂന്നാമതായി, എക്കാലത്ത് ഞാൻ വിശ്വസിച്ചു പോന്നിട്ടുള്ളത്, അത് ഞാൻ മറ്റൊരു കവിതയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുമുണ്ട്, കവികൾ എന്നത് ഒരു ഗോത്രമാണ് എന്നാണ്. വളരെ ആദികവി മുതൽ, നമുക്കറിയാത്ത എവിടെയോ ഉള്ള ആദിവാസിയായിരിക്കാവുന്ന ആദ്യത്തെ കവി മുതൽ ഇന്നത്തെ കവി വരെ അഖണ്ഡമായ ഒരു കവിത എഴുതുകയാണ് എന്നും, ഓരോ കവിയും ഒരു പക്ഷേ തൻ്റെ ജീവിതം കൊണ്ടും തൻ്റെ കവിത കൊണ്ടും അതിലൊരു വരി കൂട്ടിച്ചേർക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ഞാൻ വിചാരിക്കുന്നു. കവിതയ്ക്ക് ഈ തരത്തിലുള്ള ഒരു അഖണ്ഡത അഥവാ അനുസ്യൂതി ഒരു കല എന്ന നിലയിൽ ഉണ്ട് എന്ന് എൻ്റെ അനുഭവം കൊണ്ടും എൻ്റെ വിചാരം കൊണ്ടും ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളൊരു നിഗമനമാണത്. നാലാമതായി, കവിത ഒരു സമന്വയ കലയാണ്. പലപ്പോഴും ക്ലാസ്സുകളിൽ നാമെല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതുപോലെ വിരുദ്ധങ്ങളിലൂടെ അഥവാ ദ്വന്ദ്ങ്ങളിലൂടെ കണ്ടെത്തേണ്ട ഒന്നല്ല കവിതയെന്നും, കവിത വാസ്തവത്തിൽ ഈ ദ്വന്ദ്ങ്ങളുടെ അഥവാ ബൈനറികളുടെ ഒരു സമന്വയമാണ് എന്നും കവിത വായനയുടെയും വിവർത്തനത്തിൻ്റെയും എഴുത്തിൻ്റെയും അനുഭവം എന്നെ നിരന്തരമായി പഠിപ്പിച്ചു പോന്നിട്ടുണ്ട്. നാം എല്ലാം പലപ്പോഴും പഠിപ്പിക്കപ്പെട്ടത് ആ രീതിയിലായിരിക്കണമെന്നില്ല. വ്യക്തിയുടെ കവിത, സമൂഹത്തിൻ്റെ കവിത, ഇങ്ങനെ എല്ലാമാണ്. അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെ കവിത, പുതുമയുടെ കവിത, ഐന്ദ്രജാലികമായ കവിത, വിപ്ലവകരമായ കവിത, അല്ലെങ്കിൽ ശുദ്ധമായ കവിത, അശുദ്ധമായ കവിത, പ്രതിജ്ഞാബദ്ധമായ കവിത, പ്രതിജ്ഞാബദ്ധമല്ലാത്ത കവിത, ലളിതമായ കവിത, ഗഹനമായ കവിത, യഥാർത്ഥമായ കവിത, ഭാവനാത്മകമായ കവിത, സ്വയംഭൂവായി ഉണ്ടാകുന്ന കവിത, പരിശ്രമത്തിലൂടെ മാത്രം വളർത്തിയെടുക്കേണ്ട കവിത, ഇങ്ങനെയുള്ള ചില ദ്വന്ദ്വ സങ്കല്പങ്ങളിലൂടെയാണ് പലപ്പോഴും കവിത അവതരിപ്പിക്കപ്പെടാറുള്ളതും ചർച്ച ചെയ്യപ്പെടാറുള്ളതും. പക്ഷേ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയത് ഇത് വളരെ അവാസ്തവികമായ ഒരു സമീപനമാണ് കവിതയോടെ എന്നും, വാസ്തവത്തിൽ യഥാർത്ഥ കവിതയിൽ ഈ ദ്വന്ദ്വങ്ങൾ എല്ലാം തന്നെ അതിലംഘിക്കപ്പെടുന്നുണ്ട് എന്നും ആണ്. ഏതെങ്കിലും ഒരു കവിയെക്കുറിച്ച് പ്രതിജ്ഞാബദ്ധ കവി എന്ന് ഞാൻ മുഴുവനായി പറയുകയില്ല. ഏത് കവിതയിലും ലാവണ്യത്തിൻ്റെയും നീതിബോധത്തിൻ്റെയുമായൊരംശമുണ്ട്. ഏത് മഹത്തായ കവിതയിലും ആ തരത്തിലുള്ള ആ അംശങ്ങളുടെ ഒരു സമന്വയമുണ്ട്. മലയാള കവിത, എഴുത്തച്ഛൻ മുതൽ ഇങ്ങോട്ടുള്ള മലയാള കവിതയിൽ ആ രീതിയിൽ പുതിയൊരു സൗന്ദര്യബോധത്തിൻ്റെയും പുതിയൊരു നീതിബോധത്തിൻ്റെയും വിസ്മയകരമായ സമന്വയമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ ലോക കവിതയെക്കുറിച്ചും ഇത് തന്നെ പറയാൻ കഴിയും. ഒരു പുതിയ സൗന്ദര്യബോധം സൃഷ്ടിക്കുന്നു, അതോടൊപ്പം നീതിയെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, ഉണ്ടായി വരേണ്ട മനുഷ്യ സമൂഹത്തെക്കുറിച്ച് ഉള്ളൊരു പുതിയ സ്വപ്നം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു.
കവിതയുടെ ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഒരു കാലത്താണ് നാം. എല്ലാ അർത്ഥത്തിലും എല്ലാ മാധ്യമങ്ങളിലും കവിതകൾ നിറഞ്ഞു നിൽക്കുന്നു. കൂടുതലായി യുവാക്കളും യുവതികളും എല്ലാം തന്നെ ഈ കവിതയെ തങ്ങളുടെ ആദ്യത്തെ ആവിഷ്കാര മാധ്യമമായി തിരഞ്ഞെടുക്കുന്നു. അതിൽ നാം മനസ്സിലാക്കേണ്ടത് കവിതയുടെ ഒരു കലാരൂപം എന്ന നിലയിലുള്ള ആകർഷണം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല, വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ്. ആ കവിതകളെ വിലയിരുത്തുന്ന കാര്യം വേറെ, അത് നാം കാലത്തിനോ അല്ലെങ്കിൽ കവിതാ നിരൂപകർക്കോ വിടുക. പക്ഷേ കവിത കൊണ്ട് നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത് എന്നത് നിശ്ചയമായും സത്യമാണ്. ആ അർത്ഥത്തിൽ കവിതയുടെ ഒരു യുഗം തന്നെയാണ്, അതിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത് എന്ന് പറയാൻ കഴിഞ്ഞേക്കും. ഞാൻ ഇതൊക്കെ വിസ്തരിക്കുക എന്നുള്ള അനേകം മണിക്കൂറുകൾ എടുക്കുന്ന കാര്യമായി അതൊന്നും ചെയ്യുന്നില്ല. ഞാനൊരു കവിത വായിക്കാം. സമീപകാലത്ത് എഴുതിയ പലസ്തീൻ കവിത നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഞാൻ അതുകൊണ്ട് അത് ഞാൻ വായിക്കുന്നില്ല. ഇത് സമീപകാലത്ത് ഞാൻ എഴുതിയ പല കവിതകളും എൻ്റെ കേരളത്തിലേക്കുള്ള തിരിച്ചുവരവുമായൊക്കെ ബന്ധപ്പെട്ടാണ്. ആ കവിതകളിലുള്ള ഒരു കവിതയാണ് പുതിയ വീട് എന്ന കവിത. പുതിയ വീട് 36 പച്ചകൾ വഴിയിലെണ്ണി നടക്കുന്നു നാടിൻ്റെ വെയിലിൽ വീണ്ടും. കുളപ്പച്ച, മാമ്പച്ച, കറിയിലപ്പച്ച, കദളിവാഴപ്പച്ച, തൊടിയിൽ നീള പുൽപ്പച്ച, മന്ദാര ഇലയിൽ വീണ മഴപ്പച്ച, തെങ്ങോല ഇളകിടുമ്പോൾ ഇളങ്കാറ്റതിൻ പച്ച, തടവിലാകാത്ത തത്തച്ചിറകിലെ കവിത തൻ പച്ച, പൂപ്പച്ച, രാപ്പച്ച, വയലിൽ നെൽപ്പച്ച, സൂക്ഷ്മഭേദങ്ങളിൽ വരകൾ, പുള്ളികൾ, ചട്ടിച്ചെടികളിൽ. വഴിമറന്നില്ല നാട്ടിലേക്കല്ലയോ പരിഹസിച്ചിട്ടൊരണ്ണാൻ ചിലയ്ക്കുന്നു. വരൂ ഒരു പേരറിയാക്കിളി ഇരുനിറങ്ങളിൽ കൂവുന്നു സ്വാഗതം. തിരയടിക്കുന്നു ചുറ്റിലും ജീവിതം പല മലയാള താളഭേദങ്ങളിൽ. ഒരു മുറി എനിക്കാദ്യമായൻ വീട്ടിൽ, ഒരു പനീർ നിനക്കായി പൂവിടുർത്തുന്നു. പരിചിതം നമുക്കീ നീർനിലാവ്, എത്ര പരിചിതം പൂവിൽ മൂടിയ മുള്ളുകൾ. ചിലതു മാറി, ചിലതു മാറിയിടണം, ചിലത് മാറാതിരിപ്പതും നല്ലതാം. കരുണവേദനിപ്പോർക്ക് പ്രകൃതിക്കു കരുതൽ, രോഷമനീതിയിൽ സ്നേഹവും. പറയരുതേ പഴയ മഹിമകൾ, കളക ഭേദഭാവങ്ങൾ സമസ്തവും. ഉലകുപൊള്ളിക്കുമീ ഹൃദുചാപലം, കനവുതൻ കുളിർ കൊണ്ടു നാം നേരിടും. ഉലകുപൊള്ളിക്കുമീ ഹൃദുചാപലം, കനവുതൻ കുളിർ കൊണ്ടു നാം നേരിടും. പുതിയതാകും അപ്പോൾ നാം വസിക്കുമീ വലിയ വീടായ ഭൂമി ഈ നമ്മളും. പുതിയതാകും അപ്പോൾ നാം വസിക്കുമീ വലിയ വീടായ ഭൂമി ഈ നമ്മളും. അടുത്തതായി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ശ്രീ പ്രഭാവർമ്മ സാറിനെ കവിത അവതരിപ്പിക്കുന്നതിന് വേണ്ടി സവിനയം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ സച്ചി മാഷടക്കം വേദിയിലും സദസ്സിലുമുള്ള കവികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, ബഹുവർണ്ണ ശബളിമയാർന്ന ഒരു കാവ്യ ലോകത്തിൻ്റെ വളരെ കൃത്യമായ ഒരു പരിച്ഛേദം വേദിയിലുണ്ട്. അതിൽ ഡയത്രാംബിക് എന്ന് വിളിക്കാവുന്ന വിധത്തിലുള്ള രൗദ്ര കവിതയുടെ പ്രാതിനിധ്യം വഹിക്കുന്നവരുണ്ട്. കാൽപ്പനികം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള കവിതകളുടെ പ്രാതിനിധ്യം വഹിക്കുന്നവരുണ്ട്. ആധുനികവും അധുനാധുനവും എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള കവിതകളുടെ പ്രാതിനിധ്യം വഹിക്കുന്നവരുണ്ട്. സത്യത്തിൽ മലയാള സംസ്കാരത്തിൻ്റെ, കേരളീയ കാവ്യ സംസ്കാരത്തിൻ്റെ വൈവിധ്യ സമൃദ്ധി എന്താണ് എന്നുള്ളത് നമുക്ക് നേരിട്ടറിയാൻ കിട്ടുന്നൊരവസരമാണ് ഇത്തരം കവിയരങ്ങുകൾ. കവിയരങ്ങിൻ്റെ വലിയൊരു സവിശേഷതയായി എനിക്ക് തോന്നുന്നത് അത് നമ്മളെ വല്ലാതെ നവീകരിക്കുന്നു.
നമ്മളുടെ മനസ്സിനെ അത് വളരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. നവീകരിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് അതുവരെ തുറന്നു കിട്ടാത്ത ഏതൊക്കെയോ വാതായനങ്ങൾ അത് നമ്മളുടെ മനസ്സിൽ തുറന്നു തരുന്നു. ഒരു പക്ഷേ അത് ധ്യാനനിർഭരമായൊരു വായനയിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ധ്യാനനിർഭരമായ വായനയിൽ പോലും കിട്ടാത്ത ചില തുറസ്സുകൾ നമ്മളുടെ മനസ്സിലേക്ക് എത്തിച്ചു തരുന്നു കവിയരങ്ങുകൾ എന്നത് എൻ്റെ അനുഭവമാണ്. ഏതായാലും കവിതയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് ഈ വേദിയിൽ ഉചിതമല്ല. വളരെയേറെ പേര് കവിത ചൊല്ലാനുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കവിത പ്രണയ സങ്കീർത്തനം. അരികത്തിരുന്നല്ല പാടുന്നതെന്നാലെന്താണ്, അരികത്തിരുന്നല്ല പാടുന്നതെന്നാലെന്താണ്, അകലത്തിരുന്നൊരാളാസ്വദിപ്പതുണ്ടെന്നതറിയാം, കേൾക്കാൻ കഴിയാത്ത കീർത്തനത്തിൻ്റെ ഇളതാമൊഴുക്കിലൂടൊഴുകുന്നുണ്ടെന്നതും. അരികത്തിരുന്നല്ല പാടുന്നതെന്നാലെന്താണ്, അകലത്തിരുന്നൊരാളാസ്വദിപ്പതുണ്ടെന്നതറിയാം, കേൾക്കാൻ കഴിയാത്ത കീർത്തനത്തിൻ്റെ ഇളതാമൊഴുക്കിലൂടൊഴുകുന്നുണ്ടെന്നതും. അതിലോലമാമൊരു നാദവീചിയുമെത്താനരുതാത്തിടത്ത്, അതിലോലമാമൊരു നാദവീചിയുമെത്താനരുതാത്തിടത്തേകാന്തത്തിലാണെന്നാകിലും അറിയാതവൾ സ്വയം മറന്നു കാതോർത്തുപോം, അകലത്തു ഞാൻ ശ്രുതിമിട്ടുവാൻ തുടങ്ങുമ്പോൾ. അതിലോലമാമൊരു നാദവീചിയുമെത്താനരുതാത്തിടത്ത് ഏകാന്തത്തിലാണെന്നാകിലും അറിയാതവൾ സ്വയം മറന്നു കാതോർത്തുപോം, അകലത്തു ഞാൻ ശ്രുതിമിട്ടുവാൻ തുടങ്ങുമ്പോൾ. ഹൃദയത്തുടിപ്പാൽ തമ്പുരുമീട്ടിയും സിരാപടലങ്ങളെ തന്ത്രിയാക്കിയും നിശ്വാസത്താൽ അതിശുദ്ധമാം രാഗധാര തീർത്തും ആ മനസ്സനുപല്ലവിയായി വന്നനുധാവനം ചെയ്യും. ഹൃദയത്തുടിപ്പാൽ തമ്പുരുമീട്ടിയും സിരാപടലങ്ങളെ തന്ത്രിയാക്കിയും നിശ്വാസത്താൽ അതിശുദ്ധമാം രാഗധാര തീർത്തും ആ മനസ്സനുപല്ലവിയായി വന്ന് അനുധാവനം ചെയ്യും. എങ്ങനെ കേൾക്കാനരുതാത്ത പാട്ടിലും മന്ത്രമധുരം മനസ്സു വന്നലിയും എന്നാരാഞ്ഞതില്ല ഞാനൊരിക്കലും, മഴവില്ലഴകല്ലാതതിൻ്റെ നിറക്കൂട്ടേതെന്നതാരായുന്നു. എങ്ങനെ കേൾക്കാനരുതാത്ത പാട്ടിലും മന്ത്രമധുരം മനസ്സു വന്നലിയുമെന്നാരാഞ്ഞതില്ല ഞാനൊരിക്കലും, മഴവില്ലഴകല്ലാതതിൻ്റെ നിറക്കൂട്ടേതെന്നതാരായുന്നു. എങ്കിലും എല്ലായ്പ്പോഴും എനിക്കു ബോധ്യം, പാടാൻ തന്ത്രികൾ മുറുക്കുമ്പോൾ അതു കേൾക്കുവാനേതും കഴിയാതെ അതിനകമ്പടിയാകുവാൻ വൃഥാ കരുതിക്കാതോർത്തുതാൻ കഴിയുന്നതുണ്ടൊരാൾ. അരികെ ആരാധകരായിരക്കണക്കായി വിസ്മിതഹൃത്തുമായി ലയിച്ചാസ്വദിപ്പതുണ്ടെന്നാൽ അറിവിലാരും ഞാനിങ്ങാലപിച്ചിടും സങ്കീർത്തനം ഇങ്ങില്ലാതുള്ളൊരാൾക്കു വേണ്ടി മാത്രമാം. എത്രമേൽ ഉച്ചസ്ഥായിയാണു ഗീതമെന്നാലും ഒട്ടുമേ അതിൻ നാദധാരകൾക്കങ്ങെത്തുവാൻ എത്രമേൽ ശ്രമിച്ചാലുമാവുകില്ലെന്നാകിലും
അങ്ങ് കാതോർത്തേ കാത്തു കാത്തിരിക്കുവോൾക്കായി പിന്നെയും പാടുന്നു ഞാൻ. ഇങ്ങനെ പാടാനല്ല എങ്കിൽ എന്തിനി പ്രാണധാരയും സംഗീതവും. എത്രമേലുച്ചസ്ഥായിയാണു ഗീതമെന്നാലും ഒട്ടുമേ അതിന്നാദധാരകൾക്കങ്ങെത്തുവാൻ എത്രമേൽ ശ്രമിച്ചാലും ആവുകില്ലെന്നാകിലും അങ്ങ് കാതോർത്തേ കാത്തു കാത്തിരിക്കുവോൾക്കായി പിന്നെയും പാടുന്നു ഞാൻ. ഇങ്ങനെ പാടാനല്ല എങ്കിൽ എന്തിനീ പ്രാണധാരയും സംഗീതവും. ഹൃദയം പനീർപ്പൂവ് പോലെ നിർമ്മലം ഇതൾ പദമാവുന്നു. മന്ദമിളകും തളിർക്കാറ്റത്തുലയും ക്രമം താളമാവുന്നു. സുഗന്ധത്തിൻ പ്രസരം മനോജ്ഞമാം രാഗഭാവമാവുന്നു. ഹൃദയം പനീർപ്പൂവ് പോലെ നിർമ്മലം ഇതൾ പദമാവുന്നു. മന്ദമിളകും തളിർക്കാറ്റത്തുലയും ക്രമം താളമാവുന്നു. സുഗന്ധത്തിൻ പ്രസരം മനോജ്ഞമാം രാഗഭാവമാവുന്നു. ഇതളൊന്നൊന്നായിറുത്തർച്ചന ചെയ്വൂ ഞാനെന്നറിയുന്നതുണ്ടാമോ ദൂരയാമനം. ഏറ്റമൊടുവിൽ ഇതൾ പാടെ കൊഴിഞ്ഞു വരണ്ടുള്ള ഞെട്ടുപ്പായി തണ്ടായുണങ്ങുന്നു ഞാനെന്നുള്ളതും. ഇതളൊന്നൊന്നായിറുത്തർച്ചന ചെയ്വൂ അറിയുന്നതുണ്ടാമോ ദൂരയാമനം. ഏറ്റമൊടുവിൽ ഇതൾ പാടെ കൊഴിഞ്ഞ് വരണ്ടുള്ള ഞെട്ടുപ്പായി തണ്ടായുണങ്ങുന്നു ഞാനെന്നുള്ളതും. അറിയേണ്ടൊന്നും പൂവു വിടർന്നാൽ അറിയേണ്ടതതിൻ്റെ സൗരഭ്യത്താൽ മാത്രമെന്നില്ലേ. മുന്നിലെവിടുന്നെന്നില്ലാതെ വന്നു വീണിടും പൂവിൻ സുഗന്ധം എൻ സ്നേഹമല്ലാതെ എന്തുണർത്തുവാൻ. ഇങ്ങനെ ആലാപത്തിൻ ലയത്തിൽ ആഴുമ്പോഴും എന്തിനോ മനം മൗനദൂരത്തിനങ്ങേ പുറമുണരേണ്ടതാം സ്വരത്തിനു കാതോർക്കുന്നുണ്ടാം. അതു കേൾക്കവേ എല്ലാം മറന്നു പോവുന്നുണ്ടാം. ഒരു നാളെന്നേക്കുമായടഞ്ഞിടും മുന്നം ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവയെല്ലാം ഒന്നു വെറുതെ കാണാൻ അവസാനമായി തുറക്കുമെൻ മിഴിയിൽ നിഴൽ പോലെയെങ്കിലങ്ങനെ ഒന്നാം മുഖമെത്തുകിൽ അതിനപ്പുറം അനുഗ്രഹമെനിക്കെന്തുണ്ടാം ജന്മസാഫല്യമെന്തുണ്ടാവാം. ഒരു നാളെന്നേക്കുമായടഞ്ഞിടും മുന്നമൊരിക്കൽ കൂടി പ്രിയപ്പെട്ടവയെല്ലാം ഒന്നു വെറുതെ കാണാൻ അവസാനമായി തുറക്കുമെൻ മിഴിയിൽ നിഴൽ പോലെയെങ്കിലങ്ങനെയൊന്നാമുഖമെത്തുകിൽ അതിനപ്പുറം അനുഗ്രഹമെനിക്കെന്തുണ്ടാം ജന്മസാഫല്യമെന്തുണ്ടാവാം. ഒരു നാൾ എല്ലാ നാദകണവും വറ്റി കാലമൊരു ബാധിര്യത്തിൻ്റെ മൗനത്തിലടിഞ്ഞിടും സമയത്തിനു മുന്നം ഓമലേ നിൻ സുസ്വര കണികയൊന്നൻ കാതിലേക്കു വന്നുതിർന്നാകിൽ അതിനാൽ ഒരു നാദസാഗരം തീർത്ത് അജ്ഞേയസ്ഥലികൾ തേടിത്തുഴഞ്ഞങ്ങനെ പോകും. നേരിൽ അതിനപ്പുറത്തെനിക്കെന്തു മോക്ഷമുണ്ടാവാൻ, അതിനപ്പുറം ജന്മധന്യത എന്തുണ്ടാവാൻ. ഒരു നാളെല്ലാ നാദഗണവും വറ്റി കാലമൊരു ബാധിര്യത്തിൻ്റെ മൗനത്തിലടിഞ്ഞിടും സമയത്തിനു മുന്നം ഓമലേ നിൻ സുസ്വര കണിക ഒന്നൻ കാതിലേക്കു വന്നുതിർന്നാകിൽ അതിനാൽ ഒരു നാദസാഗരം തീർത്ത് അജ്ഞേയസ്ഥലികൾ തേടി തുഴഞ്ഞങ്ങനെ പോകും. നേരിലതിനപ്പുറത്തെനിക്കെന്തു മോക്ഷമുണ്ടാവാൻ, അതിനപ്പുറം ജന്മധന്യത എന്തുണ്ടാവാൻ. നന്ദി, നമസ്കാരം. അടുത്തതായി കവിത അവതരിപ്പിക്കുന്നത്
പ്രിയപ്പെട്ട കവി കുരീപ്പുഴ ശ്രീകുമാർ അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ ഏറ്റവും വിനീതമായ നമസ്കാരം. അഷ്ടമുടിക്കായലിൽ നിരവധി ദ്വീപുകളുണ്ട്. അതിൽ ഒരു ദ്വീപാണ് ഫാത്തിമ തുരുത്ത്. ഫാത്തിമ തുരുത്തിനെ കുറിച്ചുള്ളൊരു കവിത. ഇതിനകത്ത് കുറച്ച് സങ്കല്പമുണ്ട്, കുറേ സത്യമുണ്ട്. ഫാത്തിമ തുരുത്തിലൊന്ന് പോകണം, രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം, പൂക്കളോട് പൂക്കളെ തിരക്കണം, രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം, കായലിൽ കിനാവു കണ്ടു പായുമാ പായൽ മാലയിട്ട കൊപ്ലി മീനിനെ പൂനില വലവിരിച്ചിണക്കുവാൻ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. മുള്ളുവെങ്ങകൾ മഴപ്പെരുമ്പറ മുന്നണി ചെടിക്ക് ചൊല്ലിയാടുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയായി ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. രോഗബാധിതർ കിടന്ന് അലറുമാ കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ ജീവിതൌഷധം നിറച്ച സ്നേഹമേ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. അർദ്ധപട്ടിണി പതാക പാറുമാ ദുഃഖമൺപ്രദേശമാകെയൊപ്പുവാൻ നിദ്രവിട്ട ക്യാമറ കരുത്തുമായി ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. 100 പ്രാണികൾ വസിക്കുമാ സ്നേഹരാജ്യമൊന്ന് അടുത്ത് കാണണം. കന്യകാത്വമുള്ള കാട് കാക്കണം. ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. ജൈവലാസ്യ വിസ്മയം പഠിക്കുവാൻ തൈകൾ കാട്ടും ആംഗ്യഭാഷ ഏൽക്കുവാൻ ചെങ്കരിക്ക് ചുണ്ടിൽ വച്ചിരിക്കുവാൻ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. ക്ഷാമവൻമുതലകൾ ജലത്തിൻ്റെ ആടകൾ ഉരിഞ്ഞു ദ്വീപിൻ ജീവനെ വായിലാക്കും മുൻപ് ഒരിക്കലെങ്കിലും ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ 4 ദിക്കിലും കറുത്ത കോട്ടയായി തീക്കൊടുക്കകൾ ഉടയ്ക്കും അന്തിയിൽ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. പൂച്ചകൾ അനാഥരായ നായകൾ കാത്തിരിക്കും ഈർപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞുമാക്സിയിൽ വിറയ്ക്കുമ്പോൾ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. വേനലിൻ്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ പാനശീലവും ത്യജിച്ച് ഉറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. ഭൂമിയെ പുണർന്ന കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞു തേനുറഞ്ഞു നിൽക്കുമ്പോൾ പ്രാണനിൽ മുഖം പതിച്ച വേവുമായി ഭാവനത്തുരുത്തിലൊന്ന് പോകണം. നമസ്കാരം. പ്രശസ്തനായ കവി ശ്രീ PN ഗോപികൃഷ്ണൻ അടുത്തതായി കവിത അവതരിപ്പിക്കും. അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന കവിതയുടെ പേര് ഇന്ത്യയുടെ കൂട്ടുകാരൻ. ഇന്ത്യയുടെ കൂട്ടുകാരൻ.
കൊന്നു എന്നതിന് മരിച്ചു എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. കൊന്നു എന്നതിന് മരിച്ചു എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. അയാളുടെ കഥനങ്ങളിൽ രാമൻ്റെ മടിയിൽ കിടന്ന് ആ കണ്ണുകളിലേക്ക് സ്നേഹപൂർവം നോക്കിയാണ് രാവണൻ ശരീരം വെടിഞ്ഞത്. പിടിച്ചു വെക്കാൻ വെമ്പിയ ഒഥല്ലോയുടെ കൈകളെ നിരാശമാക്കിയാണ് ഡെഡ്സിമോണ മറഞ്ഞത്. തിരുനെല്ലിക്കാട്ടിൽ പോലീസ് തോക്കിൻ്റെ സ്നേഹവലയത്തിൽ ചിരിച്ചു ചിരിച്ചാണ് വർഗീസ് മരിച്ചത്. കക്കയത്തെ രാത്രിയിൽ നിറനക്ഷത്രങ്ങളെ നോക്കിപ്പാടിയാണ് രാജൻ പുഴയിൽ അലിഞ്ഞു ചേർന്നത്. മരിച്ചു എന്നതിന്, കൊന്നു എന്നതിന് മരിച്ചു എന്ന് പറയുന്നൊരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. അവൻ എഴുതിയപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ പാമ്പ് രവിയുടെ വിഷം ഊറ്റിക്കുടിക്കുന്ന വിഷഗ്വരനായി. അവൻ പാടിയപ്പോൾ ഇടപ്പള്ളിയുടെ മണിമുഴക്കം ഉണരുവിൻ, നിങ്ങൾ ഉണരുവിൻ എന്ന് തുടങ്ങുന്ന സാർവദേശീയ ഗാനമായി. അവൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ പ്രളയഭൂമി അമ്യൂസ്മെൻറ്റ് പാർക്കായി. അവനിട്ട ബോംബ് ഹിരോഷിമയെ ഹോളിവുഡാക്കി. ആ ജനുവരി 30 അവനുണ്ടായിരുന്നെങ്കിൽ ഗാന്ധി ആൾക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്ത് മരിച്ച ഒരാളായനെ. ആ സെപ്റ്റംബർ 5 അവനുണ്ടായിരുന്നെങ്കിൽ ഗൗരി ലങ്കേഷ് സ്വന്തം വീടിൻ്റെ നടയിൽ നമസ്കരിച്ച് മരിച്ച ഒരാളായനെ. ഇപ്പോഴവൻ ഇസ്രയേലിലാണ്. ഒരു കൈകൊണ്ട് അഭയമുദ്ര കാണിച്ച് മറ്റേ കൈകൊണ്ട് വെള്ളക്കുഴൽ അടയ്ക്കുകയാണ്. കമ്പികളിൽ നിന്നും വൈദ്യുതി പിൻവലിച്ച് കരുണ സംപ്രേഷണം ചെയ്യുകയാണ്. ഗാസയിൽ ചെന്ന് ഓരോ 15 മിനിറ്റിലും ഓരോ കുട്ടിയുടെ മുടി കൂട്ടിപ്പിടിച്ച് കഴുത്ത് മുറിച്ച് ലോകത്തിൻ്റെ തൊലിയിൽ രോമാഞ്ചമുണ്ടാക്കുകയാണ്. നന്ദി. അടുത്തതായി കവിത അവതരിപ്പിക്കുന്നത് സർവ്വവിജ്ഞാനകോശം ഡയറക്ടറും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയുമായ ഡോക്ടർ മിസ് മേരി ജോർജാണ്. മ്യൂസിക് ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട കവി സുഹൃത്തുക്കളെ, സഹൃദയരെ, കവിതയെക്കുറിച്ച് സംസാരിക്കാതെ കവിത തന്നെ സംസാരിക്കുന്ന അനുഭവമാണല്ലോ നമ്മളെ എല്ലാവരെയും ഇവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. 2 ചെറിയ കവിതയാണ് പറയുക. ചൊല്ലുക എന്ന് പറയാനും പറ്റില്ല. കവിതയുടെ പേര് ചങ്കൂറ്റം. അടച്ച് കെട്ടി വേർതിരിച്ച് കല്ല് കെട്ടി അടി ഉറപ്പിച്ച് ഒരിറ്റു വെള്ളം കൊടുക്കാതെ മണ്ണിട്ട് മൂടി മുറുക്കി ഉറപ്പിച്ച മുറ്റത്തൂന്നോടിപ്പോകുന്നു തുലാവർഷക്കൂട്ട്. തൊടിയിലെ വേനപ്പച്ച വെള്ളം തൊടാതെ, കിളികളൊന്നുമേ പാടാതെ, നിഴല് വീഴ്ത്തി നിലാവ് തുള്ളാതെ, നടുമുറ്റം കോൺക്രീറ്റ് ഉടുപ്പിൽ നിശ്ചലം. ഒരു കാറ്റിനെ കൂടെ കിടക്കാൻ വിളിക്കുന്ന, മാഞ്ചില്ലകൾ വെട്ടിയൊതുക്കി കെട്ടുപോകാത്തൊരന്തിവട്ടം തൂകി നിൽക്കുന്നൊരമ്പിളിക്കീറിനെ മറയ്ക്കുന്ന കെട്ടിടക്കൂട്ടങ്ങളിൽ പച്ചയുടെ കൊട്ട മറിഞ്ഞു വീണു. ഒക്കെയും കരിഞ്ഞു വീഴുമ്പോഴും മുളച്ചെണീക്കുന്നുണ്ടൊരു പൂവാങ്കുറുന്നിൽ. ഒക്കെയും കരിഞ്ഞു വീഴുമ്പോഴും മുളച്ചെണീക്കുന്നുണ്ടൊരു പൂവാങ്കുറുന്നിൽ. കല്ല് കെട്ടിയ മുറ്റത്തിനടിയിലൂടെ ഇത്തിരി വിടവിലൂടെ ഞെരിഞ്ഞി നിവർന്നു പറയുന്നുണ്ട് പോലും, കേൾക്കൂ എന്നിലുണ്ടാ ചങ്കൂറ്റം. ഒരു ചെറിയ കവിതയും കൂടെ പറയട്ടെ. കവിതയുടെ പേര് ഇറച്ചി എന്നാണ്. ഇറച്ചി. ഇച്ചിരി ഇറച്ചിയും കൂടെ ഇറങ്ങുമ്പോൾ പിന്നിൽ നിന്നൊരാൾ
ഇച്ചിരി ഇറച്ചിയും കൂടെ ഇറങ്ങുമ്പോൾ പിന്നിൽ നിന്നൊരാൾ, ഇറച്ചിയോ ഇറച്ചിയോ, മാൻ ഇറച്ചി, പശു ഇറച്ചി, പന്നി ഇറച്ചി, ഇറച്ചി തന്നെ ശരി. എന്തിറച്ചി? മാനിറച്ചി, പിടിച്ചാൽ ക്രിമിനൽ കുറ്റം. പശു ഇറച്ചി ദൈവദ്രോഹം. പന്നി ഇറച്ചി മഹാപാപം. ആട്ടിറച്ചി പാവം, ദൈവദോഷം കിട്ടും. പോത്തിറച്ചി കറമ്പന. തട്ടിക്കോന്നോ? ആരെ? മനുഷ്യത്തെ കുഞ്ഞോ കുട്ടിയോ, ആണോ പെണ്ണോ, വെളുമ്പനോ കറമ്പനോ, വെളുമ്പിയോ കറുമ്പിയോ, ക്രിസ്ത്യാനി, ഹിന്ദു, ജൂത, പാലസ്തീനി, ഇസ്ലാം, ജൂത, പാലസ്തീനി. അവസാനം പറഞ്ഞിത്തിരി ആകാം, വെന്തിരിക്കുകയല്ലേ. നന്ദി. അടുത്തതായി ശ്രീ ശാന്തൻ കവിത അവതരിപ്പിക്കും. അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ചൊല്ലുന്ന കവിത നീലധാര. നീലധാര ഹരിദ്വാറിലെ ഗംഗാനദിയിൽ പുരാതന കാലം മുതൽക്കേ ഋഷിമാർ ജലസമാധി നടത്തുന്നിടം, ജലസമാധി സ്ഥലം. മുൻകാലങ്ങളിൽ ആ പ്രദേശം ജനങ്ങൾ ഭക്തിയോടെ തൊഴുതുകൊണ്ട് നിന്ന സ്ഥലമായിരുന്നു. പുതിയ മനുഷ്യർ അവിടം കൊന്ന് ശവങ്ങൾ കൊണ്ട് തള്ളാനും ആത്മഹത്യ ചെയ്യാനുമായിട്ട് തിരഞ്ഞെടുത്തു. ശവാധിക്യം മൂലം ഗവൺമെൻറ് ആ പ്രദേശം കണ്ടുകെട്ടി ജലസമാധി നിരോധിച്ചു. പിന്നീട് അവിടെ ശവശരീരങ്ങൾ വന്നത് കൊറോണ കാലത്ത് മരിച്ച ഗ്രാമീണരെ ഗംഗയിലേക്ക് ഒഴുക്കി വിട്ടപ്പോഴാണ്. ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ ആകസ്മികമായി അവിടെ എത്താനുള്ള സന്ദർഭമുണ്ടായപ്പോൾ എഴുതിയ കവിതയാണ് നീലധാര. പൂത്തുലഞ്ഞ മരങ്ങളിൽ നിന്നും പാകമായി ഫലം വീഴുന്ന പോലെ ബോധേശ്വരന്മാർ ഉടലുപേക്ഷിക്കും ഗംഗയാം നീലധാരയാകുന്നു ഞാൻ. പൂത്തുലഞ്ഞ മരങ്ങളിൽ നിന്നും പാകമായി ഫലം വീഴുന്ന പോലെ ബോധേശ്വരന്മാർ ഉടലുപേക്ഷിക്കും ഗംഗയാം നീലധാരയാകുന്നു ഞാൻ. പരലോകം പൂക്കുവാനായി ധ്യാനനിദ്രയിലാണ്ടു മുനിമാർ കൂടുപേക്ഷിച്ചു പറന്നു പോം പക്ഷി പോൽ നീരിലേക്കു വെടിഞ്ഞു ശരീരങ്ങൾ. ശവശതങ്ങൾ ഒഴുകിയെന്നാകിലും നീലസ്ഫടിക മനോഹരധാരയെ തൊഴുതു ഭക്തിയോടെ നിരാലംബർ ആത്മഹത്യാധാരയാക്കി അനന്തരം. നീലധാരയിൽ ശവപ്രളയത്തിനാൽ കണ്ടുകെട്ടി ജലസമാധി സ്ഥലം. അപൂർവ മഹാമാരിയിലിന്നിതാ ശവസഞ്ചയം ഗംഗാപ്രയാഗകൾ. പാപമുക്തിക്കായി മഹാകുംഭമേളയിൽ
ആരതിയൊഴിഞ്ഞു മുങ്ങി നിവർന്നവർ ജലവിളക്കുകൾ ഒഴുക്കി വിട്ടെന്നെ ഉള്ളുരുകി പ്രാർത്ഥിച്ച മനുഷ്യർ ഇന്നവർ ജീവനറ്റന്നുടലിൻ അഗാധതയിലേക്കൊഴുകിയെത്തുന്നു. അമ്മ ഞാനെത്ര ജന്മാന്തരങ്ങളായി കണ്ണുനീരലിഞ്ഞു ചേരുന്നിടം. നീലധാരയിൽ ശവപ്രളയത്തിനാൽ കണ്ടുകെട്ടി ജലസമാധി സ്ഥലം. അപൂർവ മഹാമാരിയിൽ ഇന്നിതാ ശവസഞ്ചയം ഗംഗാപ്രയാഗകൾ. പാപമുക്തിക്കായി മഹാകുംഭമേളയിൽ ആരതിയൊഴിഞ്ഞു മുങ്ങി നിവർന്നവർ ജലവിളക്കുകൾ ഒഴുക്കി വിട്ടെന്നെ ഉള്ളുരുകി പ്രാർത്ഥിച്ച മനുഷ്യർ ഇന്നവർ ജീവനറ്റന്നുടലിൻ അഗാധതയിലേക്കൊഴുകിയെത്തുന്നു. അമ്മ ഞാനെത്ര ജന്മാന്തരങ്ങളായി കണ്ണുനീരലിഞ്ഞു ചേരുന്നിടം. സുധർമരിക്കുമ്പോൾ എന്തിനു ഭ്രഷ്ട് അമ്മയായി കണ്ട പുത്രജന്മങ്ങൾക്ക് ഞാനെങ്കിലും തുണ വേണ്ടേ മാരിയിൽ ഉടൽ പിടഞ്ഞ് മരിച്ച മനുഷ്യർക്ക്. പിറവി തൊട്ടേ ശവങ്ങളെ ശിവമായി മാറിലേറ്റിയ ജലൗഖമാണു ഞാൻ. വ്യാധി തിന്ന ദേഹത്തിനു ഭ്രഷ്ടില്ല പ്രേതമഞ്ചമായൊഴുകട്ടെ ഭാഗീരഥി. നീണ്ടുകിടക്കും എന്നുടലുടനീളം ജലസമാധിക്കായി കരുതി വെച്ചിടാം. നീലധാരയാകുന്നു ഞാൻ സദാ ഒഴുകിയെത്തുന്നു സമുദ്രതീരം വരെ. ശവങ്ങൾ തന്നേക്കുക കൊണ്ടുപോയിടാം ഹിമശൈലം മുതൽ അലയാഴിയോളവും. കടലേറ്റെടുക്കും എൻ്റെ കയ്യിൽ നിന്നും പിറന്ന കുഞ്ഞിനെ കൈമാറിടുന്ന പോൽ. പിറവി തൊട്ടേ ശവങ്ങളെ ശിവമായി മാറിലേറ്റിയ ജലൗഖമാണു ഞാൻ. വ്യാധി തിന്ന ദേഹത്തിനു ഭ്രഷ്ടില്ല പ്രേതമഞ്ചമായൊഴുകട്ടെ ഭാഗീരഥി. നീണ്ടുകിടക്കും എന്നുടലുടനീളം ജലസമാധിക്കായി കരുതി വെച്ചിടാം. നീലധാരയാകുന്നു ഞാൻ സദാ ഒഴുകിയെത്തുന്നു സമുദ്രതീരം വരെ. ശവങ്ങൾ തന്നേക്കുക കൊണ്ടുപോയിടാം ഹിമശൈലം മുതൽ അലയാഴിയോളവും. കടലേറ്റെടുക്കും എൻ്റെ കയ്യിൽ നിന്നും പിറന്ന കുഞ്ഞിനെ കൈമാറിടുന്ന പോൽ. നന്ദി. ശ്രീ വിനോദ് വൈശാഖി കവിത അവതരിപ്പിക്കും. അദ്ദേഹത്തിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അധ്യക്ഷ ബിന്ദു ടീച്ചർ, ഉദ്ഘാടകൻ സച്ചിദാനന്ദൻ മാഷ്, പ്രിയപ്പെട്ട കവികൾ ശ്രീ പ്രഭാവർമ്മ, പുരിപ്പുഴ ശ്രീകുമാർ, മിസ് മേരി ജോർജ്, അക്കാഡമിയുടെ സെക്രട്ടറി ശ്രീ CP അബൂബക്കർ, ഈ വേദിയിലുള്ള എൻ്റെ സുഹൃത്തുക്കളായ യുവകവികൾ, പ്രിയമുള്ള കേരളീയത്തിൽ ആത്മാഭിമാനത്തോടെ പങ്കെടുക്കുന്ന പ്രേക്ഷകരെ, ആസ്വാദകരെ, എൻ്റെ കവിത ഇന്ത്യൻ വൃദ്ധൻ. NV കൃഷ്ണവാര്യർ ഗാന്ധിജി റേഷൻ വാങ്ങാൻ ക്യൂ നിൽക്കുമ്പോൾ ഗോഡ്സെ കൊടിവെച്ച കാറിൽ പായുന്നതായി എഴുതിയിട്ടുണ്ട്. റേഷൻ വാങ്ങിയ ഗാന്ധിജിക്ക് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങളാണ് ചിന്തിക്കേണ്ടത്.
ഗാന്ധിജി മറ്റൊരു കൊടിവെച്ച കാറിനെ കൈ കാണിച്ചു. ആ കാറിലേക്ക് ഗാന്ധിജി കയറുമ്പോൾ ആ കാറിനുള്ളിൽ എന്താണ് എന്ന് പറയാൻ ശ്രമിക്കുന്നതാണ് ഈ കവിത. ഇന്ത്യൻ വൃദ്ധൻ. റേഷൻ വാങ്ങി മടങ്ങും വൃദ്ധൻ കൈ കാണിച്ചു വഴിയിൽ. റേഷൻ വാങ്ങി മടങ്ങും വൃദ്ധൻ കൈ കാണിച്ചു വഴിയിൽ. മൂവർണ്ണക്കൊടി പാറും വണ്ടിയുലഞ്ഞു പൊടുന്നനെ നിന്നു. റേഷൻ വാങ്ങി മടങ്ങും വൃദ്ധൻ കൈ കാണിച്ചു വഴിയിൽ. മൂവർണ്ണക്കൊടി പാറും വണ്ടിയുലഞ്ഞു പൊടുന്നനെ നിന്നു. കണ്ടൊരു പരിചയമുണ്ട്, വട്ടക്കണ്ണട തൊട്ടിട്ടുണ്ട്. കണ്ടൊരു പരിചയമുണ്ട്, വട്ടക്കണ്ണട തൊട്ടിട്ടുണ്ട്. വടിയൂന്നി പല വഴി തോറും പാഞ്ഞതു നോക്കിയിരുന്നിട്ടുണ്ട്. കണ്ടൊരു പരിചയമുണ്ട്, വട്ടക്കണ്ണട തൊട്ടിട്ടുണ്ട്. വടിയൂന്നി പല വഴി തോറും പാഞ്ഞതു നോക്കിയിരുന്നിട്ടുണ്ട്. ഇതുപോലുള്ളൊരു ദേഹം എങ്ങോ കണ്ടു മറന്നതുപോലെ. ഇതുപോലുള്ളൊരു ദേഹം എങ്ങോ കണ്ടു മറന്നതുപോലെ. ഈ ചിരി പല കാലത്തും ഞാനിൽ അറിയാതെത്ര വിരിഞ്ഞു. ഈ ചിരി പല കാലത്തും ഞാനിൽ അറിയാതെത്ര വിരിഞ്ഞു. പരിചയമെന്നാൽ എന്നിലിടയ്ക്കിടെ ഓർമ്മ തടുക്കും പരിച. പരിചയമെന്നാൽ എന്നിലിടയ്ക്കിടെ ഓർമ്മ തടുക്കും പരിച. സുഖമാണങ്ങേക്കരിവിഹിതത്തിൽ കുറവുണ്ടെന്നാൽ പറയാം. സുഖമാണങ്ങേക്കരിവിഹിതത്തിൽ കുറവുണ്ടെന്നാൽ പറയാം. പ്രതിപക്ഷത്താണതിനാൽ സഭയുടെ സാരമറിഞ്ഞു മയങ്ങാം. പ്രതിപക്ഷത്താണതിനാൽ സഭയുടെ സാരമറിഞ്ഞു മടങ്ങാം. കാറ്റില്ലാതെ വിയർക്കുകയാണ് കാറിലെ ഇന്ത്യൻ വൃദ്ധൻ. കാറ്റില്ലാതെ വിയർക്കുകയാണ് കാറിലെ ഇന്ത്യൻ വൃദ്ധൻ. കാറിനകത്തു കലങ്ങി മറിഞ്ഞു കിടക്കുകയാണൊരു രാജ്യം. കാറ്റില്ലാതെ വിയർക്കുകയാണ് കാറിലെ ഇന്ത്യൻ വൃദ്ധൻ. കാറിനകത്തു കലങ്ങി മറിഞ്ഞു കിടക്കുകയാണൊരു രാജ്യം. ഉടുപ്പില്ലാതെ നടന്നാൽ ഉടുപ്പില്ലാതെ നടന്നാൽ ഇവിടെ ഭിക്ഷക്കാരനുമാകാം. ഉടുപ്പില്ലാതെ നടന്നാൽ ഇവിടെ ഭിക്ഷക്കാരനുമാകാം. ഈ ഖദറൊന്നു ധരിക്കൂ, വീണ്ടും റേഷൻ വാങ്ങാൻ പോകൂ. ഈ ഖദറൊന്നു ധരിക്കൂ, വീണ്ടും റേഷൻ വാങ്ങാൻ പോകൂ. നല്ലൊരു വ്യഞ്ജനമെല്ലാം കിട്ടും, മായം ചേർക്കാരുചിയും. ഇന്ന് ഒക്ടോബർ 2 ഇന്നാ ഗാന്ധി ജയന്തി. ഇന്ന് ഒക്ടോബർ 2 ഇന്നാ ഗാന്ധി ജയന്തി. മോണകൾ കാട്ടി ചിരിയാൽ വൃദ്ധപ്പഴമകൾ മുങ്ങിപ്പൊങ്ങി. മോണകൾ കാട്ടി ചിരിയാൽ വൃദ്ധപ്പഴമകൾ മുങ്ങിപ്പൊങ്ങി. കാറിലിരുന്ന പൗരനറിഞ്ഞു എത്ര തണുപ്പാണിന്ത്യ. കാറിലിരുന്ന പൗരനറിഞ്ഞു എത്ര തണുപ്പാണിന്ത്യ. അങ്ങു ചിരിക്കെ പല കാലത്തും ഞാനറിയാതെ വളർന്നു. അങ്ങു ചിരിക്കെ പല കാലത്തും ഞാനറിയാതെ വളർന്നു. വെയിലേറ്റാകെ പൊള്ളിയ കൈകൾ കൂപ്പുകയായി വൃദ്ധൻ. വെയിലേറ്റാകെ പൊള്ളിയ കൈകൾ കൂപ്പുകയായി വൃദ്ധൻ. പൂപോലഴകിൻ കൈയാണല്ലോ, പൂപോലഴകിൻ കൈയാണല്ലോ വൃദ്ധൻ തൊട്ടു ചിരിച്ചു. പൂപോലഴകിൻ കൈയാണല്ലോ വൃദ്ധൻ തൊട്ടു ചിരിച്ചു. രഘുപതി രാഘവ രാജാറാം പാട്ടൊഴുകി കാറൊരു രാജ്യം. രഘുപതി രാഘവ രാജാറാം പാട്ടൊഴുകി കാറൊരു രാജ്യം. ഈ പാട്ടൊന്നു നിർത്താം, ഈ പാട്ടൊന്നു നിർത്താം, പുതിയൊരു പാട്ടുണ്ടങ്ങു ശ്രവിക്കൂ. ഈ പാട്ടൊന്നു നിർത്താം, പുതിയൊരു പാട്ടുണ്ടങ്ങു ശ്രവിക്കൂ. നമസ്തേ സദാ, നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ. നമസ്തേ സദാ, നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ. വൃദ്ധച്ചിരിയിൽ പല്ലുകൊഴിഞ്ഞൊരു രാഷ്ട്രത്തിൻ്റെ കവാടം.
വൃദ്ധച്ചിരിയിൽ പല്ലുകൊഴിഞ്ഞൊരു രാഷ്ട്രത്തിൻ്റെ കവാടം. വണ്ടിയിൽ നിന്നു പുറത്താവുമ്പോൾ ഇന്ത്യയടർന്നതുപോലെ, വണ്ടിയിൽ നിന്നു പുറത്താവുമ്പോൾ ഇന്ത്യയടർന്നതുപോലെ ഒറ്റപ്പെട്ടു വലഞ്ഞു കയ്യിൽ റേഷനുമായൻ ഗാന്ധി. ഒറ്റപ്പെട്ടു വലഞ്ഞു കയ്യിൽ റേഷനുമായൻ ഗാന്ധി. ഇന്ന് ഒക്ടോബർ 2 ഇന്നാ ഗാന്ധി ജയന്തി. ഇന്ന് ഒക്ടോബർ 2 ഇന്നാ ഗാന്ധി ജയന്തി. റേഷൻ വാങ്ങി മടങ്ങും വൃദ്ധൻ കൈ കാണിച്ചു വഴിയിൽ. റേഷൻ വാങ്ങി മടങ്ങും വൃദ്ധൻ കൈ കാണിച്ചു വഴിയിൽ. മൂവർണ്ണക്കൊടി പാറും വണ്ടിയുലഞ്ഞു പൊടുന്നന നിന്നു. മൂവർണ്ണക്കൊടി പാറും വണ്ടിയുലഞ്ഞു പൊടുന്നന നിന്നു. അഭിവാദ്യം. അടുത്തതായി കവിത അവതരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ വി മധുസൂദനൻ നായരെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാന്യരായ ഗുരുജനങ്ങളെ, സഹോദരങ്ങളെ, ഒരു ഇത്തിരി പഴക്കമുള്ളൊരു കവിതയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അധികം വേദികളിൽ നിന്നല്ല ഒരു വേദിയിലും ഇതുവരെ അവതരിപ്പിക്കാത്തത്. ഇത് എഴുതി കഴിഞ്ഞിട്ട് 30 വർഷമായി. ശരിക്കും പറഞ്ഞാൽ 31 വർഷമായി. പഴയ ഒരു മിത്ത് അല്ലെങ്കിൽ ഇതിഹാസകഥ അല്ലെങ്കിൽ നാടകകഥ, അതിനെയാണ് ആധാരമാക്കിയത്. കഥാപാത്രം ശകുന്തള, അപരപക്ഷം ദുഷ്യന്തൻ. 4 ഭാഗമായി എഴുതപ്പെട്ട ഈ കവിതയുടെ 2ാം ഭാഗമാണ് ഇപ്പോൾ ഇവിടെ ചൊല്ലാം എന്ന് വിചാരിക്കുന്നത്. ഉപേക്ഷിക്കപ്പെട്ട ശകുന്തള പരിത്യാഗശേഷം കശ്യപാശ്രമത്തിലെത്തുന്നു എന്നാണ് സങ്കല്പം. ഒരു സങ്കല്പസ്ഥലിയാണ് അത്, അല്ലെങ്കിൽ മധ്യമസ്ഥലിയാണ്, അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷമാണ് കശ്യപാശ്രമം. അവിടെ നിന്നുകൊണ്ട് അവിടെ കഴിയുന്ന കാലത്ത് ഒരു പുത്രനെ പ്രസവിച്ച ശേഷം കൂടെ കൂടെ താഴെ ഭൂമിയിലേക്ക് നോക്കുന്നു. അവിടെ ഒരു കണ്ണുനീർത്തുള്ളിയെ കാണുന്നു. ആ കണ്ണുനീർത്തുള്ളിയാണ് ഭൂമി, വിറയ്ക്കുന്ന കണ്ണുനീർത്തുള്ളി. അതിനകത്ത് കൂനിക്കൂടിയിരിക്കുന്ന ദുഃഖിതനായ ദുഷ്യന്തനെ കാണുന്നു. അവിടെ തൻ്റെ ചിത്രവും വരച്ചു വെച്ച് നോക്കിയിരിക്കുന്ന ദുഷ്യന്തൻ മുകളിൽ നിന്നുകൊണ്ട് ശകുന്തള ഇത് കണ്ടിട്ട് പരിതപിക്കുന്നു. ദുഷ്യന്തൻ്റെ അവസ്ഥയിൽ തന്നെ വെടിഞ്ഞിട്ട് തൻ്റെ ചിത്രം വച്ച് ദുഃഖിക്കുന്നവൻ, വനം വെട്ടിയിട്ട് പ്ലാസ്റ്റിക്കിൽ വനമുണ്ടാക്കി സിറ്റിയിൽ വെച്ച് ആഘോഷിക്കുന്നത് പോലെ തന്നെ അതുതന്നെയാണ്. ഈ ശകുന്തളയിൽ ഈ വനത്തിനെയും ഇതുപോലെ ഉപേക്ഷിക്കപ്പെട്ട പ്രജയെയും ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയിലെ അപരപക്ഷത്തെയും കാണാം. വേറൊരു പക്ഷം, ആത്മപക്ഷം, അതിനെയും കാണാം. ദുഷ്യന്തനിൽ അധികാരത്തിനെയും ഉപേക്ഷിച്ച പുരുഷനെയും സ്വന്തം
സ്വത്വത്തെ ഉപേക്ഷിച്ച അഹന്തയെയും കൂടെ കാണാം. അതുദ്ദേശിച്ചാണ് അന്ന് ഇതെഴുതിയത്. പിന്നെയും പലതും ഉണ്ടാവും. ഇത്രയാമുഖം പറഞ്ഞത് ഇത് ചിരപരിചിതമല്ല എന്നതുകൊണ്ടാണ്. വിയോഗം, വിഷാദം, വിയോഗം, വിഷാദം, സംയോഗം, സായുജ്യം എന്നാണ് 4 ഭാഗം. അതിൽ വിഷാദം എന്ന ഭാഗമാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. നിൽപ്പു ഞാൻ യാതനാമേഘം നീറ്റും ഭൂമിക്കുമിപ്പുറം, ഭദ്രസങ്കൽപ്പമീ കാലം ആർദ്രം എന്നാലും എന്നകം. നിൽപ്പു ഞാൻ യാതനാമേഘം നീറ്റും ഭൂമിക്കുമിപ്പുറം, ഭദ്രസങ്കൽപ്പമീ കാലം ആർദ്രം എന്നാലും എന്നകം. ഇവിടെ കാറ്റിനെപ്പോഴും നിഭൃതം പ്രാണസാധകം, ഇവിടെ കാറ്റിനെപ്പോഴും നിഭൃതം പ്രാണസാധകം. അശോകത്തൈകളിൽ പോലും അമൃതസ്നിഗ്ധമങ്കുരം. അദൂരം കാൺമു ഞാൻ, അദൂരം കാൺമു ഞാൻ ആധിഗ്രസ്തം വിഭ്രമബിന്ദുവായി ഭൂമി. അക്കണ്ണുനീർത്തുള്ളിക്കുള്ളിൽ നീ ആണ്ടിരിപ്പതായി. അദൂരം കാൺമു ഞാൻ ആധിഗ്രസ്തം വിഭ്രമബിന്ദുവായി ഭൂമി. ആ കണ്ണുനീർത്തുള്ളിക്കുള്ളിൽ നീ ആണ്ടിരിപ്പതായി. ഇരുട്ടും വെട്ടവും മാറി മാറി വീഴുമ്പോഴൊക്കെയും ഇഴയുന്നുണ്ടു നീ കത്തും നുരയായി നിഴലായുമേ. ആളിച്ചൂഴുന്നു നിർഹ്രാസം കാമത്തിൻ യമധൂമിക. ആളിച്ചൂഴുന്നു നിർഹ്രാസം കാമത്തിൻ യമധൂമിക. അതിനുള്ളിൽ പിടയ്ക്കുന്നു നിൻ ജീവരതി വൈകൃതം. തീക്ഷ്ണം അമ്ലദ്രവം കോരി ഒഴിക്കും അഗ്നിഭൈരവൻ. തീക്ഷ്ണം അമ്ലദ്രവം കോരി ഒഴിക്കുന്ന അഗ്നിഭൈരവൻ അഴുകുന്നു വിഷാവർത്ത കൈകളിൽ കാന്തതാരുണി. ശിലാവർഷത്തോടെ ഗർജം മുഴക്കും ഗർവപുഷ്കരം. ശിലാവർഷത്തോടെ ഗർജം മുഴക്കും ഗർവപുഷ്കരം. ബലാൽ ഞെക്കിക്കശക്കുന്നു ജീവിതത്തിൻ്റെ പൂക്കളെ. ക്രോധം കത്തി ഒലിച്ചെങ്ങിക്കലങ്ങുന്നു ശരന്നതി. ക്രോധം കുത്തി ഒലിച്ചെങ്ങിക്കലങ്ങുന്നു ശരന്നതി. ശീതദുർദിനഭൂതങ്ങൾ മന്തുന്നു അഭയനിദ്രയെ. ഇന്നും നിൻ ചുണ്ടിൽ മുത്തുന്നു, ഇന്നും നിൻ ചുണ്ടിൽ മുത്തുന്നു മദമാർന്നഗ്നികന്യകൾ. ഇന്നും നിൻ ചുണ്ടിൽ മുത്തുന്നു മദമാർന്നഗ്നികന്യകൾ. നിന്നെ ചുറ്റിപ്പിടിക്കുന്നു മോഹനം വിഷവല്ലികൾ. ഇന്നും നിൻ ചുണ്ടിൽ മുത്തുന്നു മദമാർന്നഗ്നികന്യകൾ. നിന്നെ ചുറ്റിപ്പിടിക്കുന്നു മോഹനം വിഷവല്ലികൾ. ശുഷ്കാകാശങ്ങൾ
നീൾനാവാൻ നക്കാൻ പായും പിതൃക്കളോ, ശുഷ്കാകാശങ്ങൾ നീൾനാവാൽ നക്കാൻ പായും പിതൃക്കളോ, തുടരെ ചൊരിയുന്നു നിൻ തലയിൽ ശാപശോണിതം. അസ്വസ്ഥഗർഭവും പേറി അരണ്യാകാശവീതിയിൽ അലയുന്നു നിരാലംബം ആഷാഢത്തിൻ്റെ മാനുകൾ. അസ്വസ്ഥഗർഭവും പേറി അരണ്യാകാശവീതിയിൽ അലയുന്നു നിരാലംബം ആഷാഢത്തിൻ്റെ മാനുകൾ. ഋതുനാഭിവെടിക്കുന്നു ഋതുനാഭിവെടിക്കുന്നു ദിശ തെറ്റുന്നു നിൻപഥം. ഋതുനാഭിവെടിക്കുന്നു ദിശ തെറ്റുന്നു നിൻപഥം. അസൂര്യം ദിവസം മാർഗം അലക്ഷ്യം അർദ്ധദൂഷിതം. നിന്നെ കാൺകെ മനം നീട്ടിച്ചിരിക്കും നീലപ്പൂവുകൾ. നിന്നെ കാൺകെ മനം നീട്ടി ചിരിക്കും നീലപ്പൂവുകൾ. നിന്നെ തൊട്ടിട്ടു മോദത്താൽ തുള്ളും നീലമരുത്തുകൾ. നിന്നെ കാൺകെ മനം നീട്ടി ചിരിക്കും നീലപ്പൂവുകൾ. നിന്നെ തൊട്ടിട്ടു മോദത്താൽ തുള്ളും നീലമരുത്തുകൾ. നിൻ മൗനങ്ങളിൽ മുന്നെപ്പോൽ പാടും നീലക്കുയിൽക്കുലം. നിൻ മൗനങ്ങളിൽ മുന്നെപ്പോൽ പാടും നീലക്കുയിൽക്കുലം. നിൻ നാദവിരലോടുമ്പോൾ ഹർഷിക്കും നീലവാനിടം. നിൻ നാദവിരലോടുമ്പോൾ ഹർഷിക്കും നീലവാനിടം. ആവേഗങ്ങൾ അദമ്യങ്ങൾ അന്തർദാഹികളാശകൾ. ആവേദങ്ങൾ അദമ്യങ്ങൾ അന്തർദാഹികളാശകൾ. ശരീരനഗരം ക്ലിന്നം ശരീരനഗരം ക്ലിന്നം ശ്ലേഷ്മാകാരം ജ്വരാർദിതം. നിന്നിലെ ക്ഷീണഹൃസ്പന്ദം എന്നിൽ വന്നു മിടിക്കവേ. നിന്നിലെ ക്ഷീണഹൃസ്പന്ദം എന്നിൽ വന്നു മിടിക്കവേ. എൻ്റെ കൺപീലിയിൽ നിന്റെ കരളിൻ ചൂടറിഞ്ഞു ഞാൻ. നിന്നിലെ ക്ഷീണഹൃസ്പന്ദം എന്നിൽ വന്നു മിടിക്കവേ. എൻ്റെ കൺപീലിയിൽ നിന്റെ കരളിൻ ചൂടറിഞ്ഞു ഞാൻ. ഉത്സവം കെട്ടുറങ്ങുന്ന നിൻ ആരാമമുണർത്തുവാൻ. ഉത്സവം കെട്ടുറങ്ങുന്ന നിൻ ആരാമമുണർത്തുവാൻ. എൻ്റെ ചിത്രത്തിലൂടെ എന്നെ നീ വിളിക്കുന്നു കേൾപ്പു ഞാൻ. ഉത്സവം കെട്ടുറങ്ങുന്ന നിൻ ആരാമമുണർത്തുവാൻ. എൻ്റെ ചിത്രത്തിലൂടെ എന്നെ നീ വിളിക്കുന്നു കേൾപ്പു ഞാൻ. എന്നിലെ ചന്ദനത്തിന്മേലിപ്പോഴും ഇഴയുന്നു നീ. എന്നിലെ ചന്ദനത്തിന്മേൽ ഇപ്പോഴും ഇഴയുന്നു നീ. ഭൂമികാമുക കാണുന്നീലെന്നാൽ എൻ അന്തരഗ്നിയെ. ഇന്നും മലിനം ആ ശബ്ദദുർവാസസ് അണിയുന്നു നീ. ഇന്നും മലിനം ആ ശബ്ദദുർവാസസ് അണിയുന്നു നീ. നിന്നെ പുണർന്നു നിൽക്കുന്നു മൃത്യു സത്യവിരോധിനി. നിന്നെ പുണർന്നു നിൽക്കുന്നു മൃത്യു സത്യവിരോധിനി. നിന്നെ താനേ ഒളിച്ചല്ലോ വന്നു ധർമ്മവനത്തിൽ നീ. നിന്നെ താനേ ഒളിച്ചല്ലോ വന്നു
ധർമ്മവനത്തിൽ നീ മോതിരത്തിൽ കുരുത്തിട്ടു മുഗ്ധപ്രകൃതിയൻ വിധി. നിന്നെ താനേ ഒളിച്ചല്ലോ വന്നു ധർമ്മവനത്തിൽ നീ മോതിരത്തിൽ കുരുത്തിട്ടു മുഗ്ധപ്രകൃതിയൻ വിധി. വനത്തിൻ വഴി പോകുന്നോർക്ക് എന്ത് ലൗകിക മുദ്രകൾ, വനത്തിൻ വഴി പോകുന്നോർക്ക് എന്തു ലൗകിക മുദ്രകൾ. അന്യോന്യമറിവായി തീർന്നോർക്ക് എന്തിനോ ലോകനീതികൾ. അന്യോന്യമറിവായി തീർന്നോർക്ക് എന്തിനോ ലോകനീതികൾ. വനത്തിൻ വഴി പോകുന്നോർക്ക് എന്ത് ലൗകിക മുദ്രകൾ. അന്യോന്യം അറിവായി തീർന്നോർക്കെന്തിനോ ലോകനീതികൾ. നിഴൽ ഉള്ളിലിരുന്നു, നിഴൽ ഉള്ളിലിരുന്നു ഞാൻ അന്ന് ദർശിച്ച സൂര്യനിൽ. നിഴലുള്ളിലിരുന്നു ഞാൻ അന്നു ദർശിച്ച സൂര്യനിൽ. ചായം കൂടിയിരുന്നു എന്നെ കാണാൻ വന്ന ഋതുക്കളിൽ. നിഴലുള്ളിലിരുന്നു ഞാൻ അന്നു ദർശിച്ച സൂര്യനിൽ. ചായം കൂടിയിരുന്നെന്നെ കാണാൻ വന്ന ഋതുക്കളിൽ. ഋതുക്കൾക്ക് ചായം കൂട്ടിക്കൂട്ടി വരുന്നു നമ്മൾ. നമസ്കാരം. അടുത്തതായി അശോകൻ മറയൂർ കവിത അവതരിപ്പിക്കും. അശോകനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ചെറിയൊരു കവിതയാണ്. വലിയ ആളുകളുടെ മുമ്പിൽ കവിത അവതരിപ്പിക്കാൻ എന്നെ ക്ഷണിച്ച സാഹിത്യ അക്കാദമിക്കും മറ്റു സുഹൃത്തുക്കൾക്കെല്ലാം എൻ്റെ നന്ദി ഞാൻ പറയുകയാണ്. ഒപ്പം ഇടുക്കിയിൽ നിന്ന് വന്നിട്ടുള്ള എൻ്റെ കൂട്ടുകാരൻ ജോസിൽ ഇപ്പോൾ കൈരളി ചാനലിൻ്റെ പ്രവർത്തകനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കവിതയിലേക്ക് വരാം. ആൺമുഖമുള്ള ഇലകൾ എന്നാണ് കവിതയുടെ പേര്. ഇത് കാട്ടിൽ ഒരു അട്ട കടിച്ചതിന് ശേഷം ഒരു സ്ത്രീയിൽ നിന്നുണ്ടാകുന്ന ഒരു കവിതയാണ്. ഒരു സ്ത്രീ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്ന ഒരു കവിതയാണ്. ആൺമുഖമുള്ള ഇലകൾ. കാലിൽ അട്ട കടിച്ച ഇടങ്ങളിലെല്ലാം അവൾ ഇലകൾ പറിച്ച് ഒട്ടിച്ചു വെക്കുന്നു. ഇലകൾ ഉടലാകെ പടർന്ന് വലിയൊരു മരമായി മാറുന്നു. കാലിൽ അട്ട കടിച്ച ഇടങ്ങളിലെല്ലാം അവൾ ഇലകൾ പറിച്ച് ഒട്ടിച്ചു വെക്കുന്നു. ഇലകൾ ഉടലാകെ പടർന്ന് വലിയൊരു മരമായി മാറുന്നു. ഇപ്പോൾ അവളുടെ നിൽപ്പ് ഒരു മരമാണെങ്കിലും അവൾക്ക് നിന്നിടത്ത് നിന്നും ഇരുന്നിടത്ത് നിന്നും നടന്നു ചെല്ലാനും ദൂരങ്ങളിലുള്ള ആരുടെയോ ഹൃദയത്തിൻ്റെ തുടിപ്പറിയാനും വലിയ ആൾക്കൂട്ടത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കാനും അവളുടെ നിഴൽ പാതയൊരുക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവളുടെ നിൽപ്പ് ഒരു മരമാണെങ്കിലും അവൾ നിന്നിടത്ത് നിന്നും ഇരുന്നിടത്ത് നിന്നും നടന്നു ചെല്ലാനും ദൂരങ്ങളിലുള്ള ആരുടെയോ ഹൃദയത്തിൻ്റെ തുടിപ്പറിയാനും വലിയ ആൾക്കൂട്ടത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കാനും അവളുടെ നിഴൽ ഒരു പാത ഒരുക്കി കൊടുക്കുന്നുണ്ട്. ആ പാതയിലൂടെ ഇലയും രക്തവും അവളും ഓരോ ഋതുക്കളിലൂടെ കടന്നു പോകുന്നു. ആ പാതയിലൂടെ ഇലയും രക്തവും അവളും ഓരോ ഋതുക്കളിലൂടെ കടന്നു പോകുന്നു. അവളുടെ മുറിവുകളുടെ ഋതുക്കളുടെ രക്തം പുരണ്ട ഇലകൾ അവളുടെ
ഋതുക്കളുടെ രക്തം പുരണ്ട ഇലകൾ ഒരു വേനലിൽ ഇലയുതിർകാലത്തിൽ കൊഴിഞ്ഞു പോകുന്നു. ആ കൊഴിച്ചിലിൽ, ആ വീഴ്ചയിൽ പൂമ്പാറ്റകൾ വിത്തുകളായി മരിച്ചു തീരുകയാണ്. ആ വീഴ്ചയിൽ, ആ കൊഴിച്ചിലിൽ പൂമ്പാറ്റകൾ വിത്തുകളായി മരിച്ചു തീരുകയാണ്. പൂക്കളോട് അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു വസന്തത്തിൽ പൂമ്പാറ്റകൾക്ക് എന്താണ് പ്രസക്തി? ആ വീഴ്ചയിൽ അവിടങ്ങളിലെ പൂമ്പാറ്റകൾ വിത്തുകളായി മരിച്ചു തീരുകയാണ്. പൂക്കളോട് അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു വസന്തത്തിൽ പൂമ്പാറ്റകൾക്ക് എന്താണ് പ്രസക്തി? ഇലകളാൽ അവളുടെ രക്തം അവൾ തന്നെ തുടച്ചു കളയുന്നു. അതൊരു ചുവന്ന സൂര്യനാവുന്നു. ഇലകളാൽ അവളുടെ രക്തം അവൾ തന്നെ തുടച്ചു കളയുന്നു. അതൊരു ചുവന്ന സൂര്യനാവുന്നു. ഇലകളാൽ അവളുടെ വിയർപ്പ് അവൾ തന്നെ തുടയ്ക്കുന്നു. മീനുകൾ അതിനെ ഉപ്പുകളാക്കുന്നു. ഇലകളാൽ അവളുടെ വിയർപ്പ് അവൾ തന്നെ തുടയ്ക്കുന്നു. മീനുകൾ അതിനെ ഉപ്പുകളാക്കുന്നു. ഉള്ളിലൊടിയുന്ന ഒച്ചകൾ അവൾ മാത്രം കേൾക്കുന്നു. അതിനെ മിന്നലുകൾ പ്രകാശമാക്കുന്നു. ഉള്ളിൽ ഒടിയുന്ന ഒച്ചകൾ അവൾ മാത്രം കേൾക്കുന്നു. അതിനെ മിന്നൽ ഉള്ളിലൊടിയുന്ന ഒച്ചകൾ അവൾ മാത്രം കേൾക്കുന്നു. അതിനെ മിന്നലുകൾ പ്രകാശമാക്കുന്നു. അവൾ ഒളിപ്പിച്ച വിത്തുകളിൽ പാതി പക്ഷികൾ കൊണ്ടുപോകുന്നു. അത് നക്ഷത്രങ്ങളായി വിരിയുന്നു. അവൾ ഒളിപ്പിച്ച വിത്തുകളിൽ പാതി പക്ഷികൾ കൊണ്ടുപോകുന്നു. അത് നക്ഷത്രങ്ങളായി മാറുന്നു. അവൾ ഒളിപ്പിച്ച വിത്തുകളിൽ പാതി മൃഗങ്ങളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് ദൂരങ്ങളിലേക്ക് യാത്രയാവുന്നു. അവയെല്ലാം വലിയൊരു കാടായി മാറുന്നു. അവൾ ഒളിപ്പിച്ച വിത്തുകളിൽ പാതി മൃഗങ്ങളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് ദൂരങ്ങളിലേക്ക് യാത്രയാവുന്നു. അവയെല്ലാം വലിയൊരു കാടായി മാറുന്നു. ഭാരം താങ്ങാനാവാതെ ഉടലിലെ ശിഖരങ്ങൾ ഉടഞ്ഞു വീഴുമ്പോഴെല്ലാം കാറ്റിൽ അവളിലെ ആൺമുഖമുള്ള ഇലകൾ പഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭാരം താങ്ങാനാവാതെ ഉടലിലെ ശിഖരങ്ങൾ ഉടഞ്ഞു വീഴുമ്പോഴെല്ലാം കാറ്റിൽ അവളിലെ ആൺമുഖമുള്ള ഇലകൾ അവളെ പഴിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഒരു ചെറിയ കവിത. സഞ്ചാരം. അലയുടെ മീതെ എവിടെയും എത്താതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വസ്തു പോലെ, അലയുടെ മീതെ എവിടെയും എത്താതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വസ്തു പോലെ കാറ്റിൽ എൻ്റെ തൊട്ടരികിൽ ഒരു ഉണങ്ങിയ ചില്ലയിൽ ഒരു പക്ഷി ചലിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ മടിയിലിരുന്നു കൊണ്ട് ഒരു പുസ്തക രൂപത്തിൽ ഒപ്പം നമ്മൾ ഇരുവരും സഞ്ചരിക്കുകയാണ്. അലയുടെ മീതെ എവിടെയും എത്താതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു പോലെ കാറ്റിൽ എൻ്റെ തൊട്ടരികിൽ ഒരു ഉണങ്ങിയ ചില്ലയിൽ ഒരു പക്ഷി ചലിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ മടിയിലിരുന്നു കൊണ്ട് ഒരു പുസ്തക രൂപത്തിൽ ഒപ്പം നമ്മളും സഞ്ചരിക്കുന്നു. ഞാനും ആ പറവയും നീയും, ഞാനും ആ പറവയും നീയും ഈ ലോകത്തിലെ അവസാന മനുഷ്യനെ ചെന്ന് കാണുന്നു. ഞാനും ആ പറവയും നീയും ഈ ലോകത്തിലെ അവസാന മനുഷ്യനെ ചെന്ന് കാണുന്നു. ആ മനുഷ്യൻ നമ്മൾ സഞ്ചരിച്ച ഈ ചെറിയൊരു ദൂരത്തെ എന്തൊരു നരയാണെന്ന് പറഞ്ഞു തരുന്നു. നമ്മൾ ചെന്ന് കാണുന്ന ആ മനുഷ്യൻ നമ്മൾ സഞ്ചരിച്ച ഈ ചെറിയൊരു ഇടവേളയെ എന്തൊരു നരയാണ്, ഈ ചെറിയൊരു ഇടവേളയ്ക്ക് എന്തൊരു നരയാണെന്ന് പഠിപ്പിച്ചു തരുന്നു. നന്ദി, നമസ്കാരം. ശ്രീ മോഹനകൃഷ്ണൻ കാലടി അടുത്തതായി കവിത അവതരിപ്പിക്കും. അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. കൂട്ടുപാത.
അന്നു നാം ഒന്നിച്ചു പോയൊരാ യാത്രയാണിന്നും ഈ പാതകൾ ഓർത്തിടുന്നു. അന്നത്തെ ഓരോ നിമിഷവും നമ്മൾക്ക് സ്വന്തം ചിറകുകൾ തന്നിരുന്നു. അന്നു നാം ഒന്നിച്ചു പോയൊരാ യാത്രയാണിന്നും ഈ പാതകൾ ഓർത്തിടുന്നു. അന്നത്തെ ഓരോ നിമിഷവും നമ്മൾക്ക് സ്വന്തം ചിറകുകൾ തന്നിരുന്നു. സൂര്യനോടൊപ്പം പറക്കാൻ കുതിക്കവേ തൂവലൊരൽപ്പം കരിഞ്ഞെങ്കിലും പക്ഷികളായി നാം മേഘങ്ങളിൽ ചെന്ന് വൃക്ഷമാർഗങ്ങളെ വീണ്ടെടുത്തു. കാറ്റായി മുറിച്ചു കടന്നു മരുഭൂമി, കാലിൽ മണൽക്കരി പറ്റിടാതെ. നീലത്തിമിംഗല കുഞ്ഞുങ്ങളായി നാം ഓരോ കടലും മറികടന്നു. കാടു കണ്ടപ്പോൾ പുലികളായി മാറി നാം, കാട്ടുതീ പോലും വഴിയൊഴിഞ്ഞു. മേട് കണ്ടപ്പോൾ മുനികളായി മാറി നാം, മേട് രണ്ടായി പിളർന്നൊഴിഞ്ഞു. കത്തും വെയിലിൻ കലാപമൈതാനികൾ കുട്ടികളായി പുളഞ്ഞു പാഞ്ഞു. തോരാമഴതൻ ദുരന്ത തീരങ്ങളിൽ ചേമ്പിലത്തോണി തുഴഞ്ഞലഞ്ഞു. കത്തും വെയിലിൻ കലാപമൈതാനികൾ കുട്ടികളായി പുളഞ്ഞു പാഞ്ഞു. തോരാമഴതൻ ദുരന്ത തീരങ്ങളിൽ ചേമ്പിലത്തോണി തുഴഞ്ഞലഞ്ഞു. ചക്രം പിടിപ്പിച്ച വെള്ളക്കരടികൾ എത്ര ധ്രുവങ്ങൾ ഉരച്ചിറങ്ങി. രക്തം കുടിപ്പിച്ച വൈദ്യുത വണ്ടികൾ എത്ര ഭൂഖണ്ഡം തുരന്നെറിഞ്ഞു. മിന്നാമിനുങ്ങിൻ്റെ പ്രേതങ്ങളായി നാം അന്ധകാരത്തെ വിരട്ടിവിട്ടു. ഉൽക്ക വീഴും സെമിത്തേരി മെഴുകിൻ്റെ പൂച്ചയായി ഒച്ച വയ്ക്കാതെ മായ്ച്ചു. പേരറിയാത്തൊരു ധൂമതാരത്തിൻ്റെ പൊള്ളുന്ന വാലിൽ പിടിച്ചു തൂങ്ങി. സൗരയൂഥത്തിൻ്റെ സർക്കസു കൂടാരമത്രയും ചുറ്റി നടന്നു കണ്ടു. പേരറിയാത്തൊരു ധൂമതാരത്തിൻ്റെ പൊള്ളുന്ന വാലിൽ പിടിച്ചു തൂങ്ങി സൗരയൂഥത്തിൻ്റെ സർക്കസു കൂടാരമത്രയും ചുറ്റി നടന്നു കണ്ടു. സൗരയൂഥത്തെയും ക്ഷീരപഥത്തെയും പിന്നിട്ട് വിശ്വം മറന്നു പായാൻ, വൈദ്യുത കാന്തികാവേഗമായി മാറുവാൻ നാം ഒരുങ്ങിയിടുകയായിരുന്നു. സൗരയൂഥത്തെയും ക്ഷീരപഥത്തെയും പിന്നിട്ട് വിശ്വം മറന്നു പായാൻ, വൈദ്യുത കാന്തികാവേഗമായി മാറുവാൻ നാം ഒരുങ്ങിയിടുകയായിരുന്നു. നമ്മുടെ മാർഗത്തിൽ അപ്പോഴേക്കാരാണ് രണ്ട് ചതിക്കുഴി കുത്തിവെച്ചു. എന്നെ വീഴ്ത്തിയിടുവാൻ നീ പണിയിച്ചതോ, നിന്നെ വീഴ്ത്തിയിടുവാൻ ഞാനോ? നമ്മുടെ മാർഗത്തിൽ അപ്പോഴേക്കാരാണ് രണ്ട് ചതിക്കുഴി കുത്തിവെച്ചു. എന്നെ വീഴ്ത്തിയിടുവാൻ നീ പണിയിച്ചതോ, നിന്നെ വീഴ്ത്തിയിടുവാൻ ഞാനോ? താങ്ക് യു. കവിയും ഗാനരചയിതാവുമായ ശ്രീ പി കെ ഗോപി സാർ അടുത്തതായി കവിത അവതരിപ്പിക്കും. അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. ഈ വേദിയിലെ ബഹുമാന്യ സുഹൃത്തുക്കൾ, സദസ്സിലെ ആസ്വാദകർ, എല്ലാവർക്കും നമസ്കാരം. അക്ഷരാർത്ഥത്തിൽ ഇതൊരു തപോവനമാണ്, ഹരിത തപോവനം. പുറത്തേക്ക് നോക്കിയാൽ പക്ഷെ ഞങ്ങളിവിടെ ഇരുന്ന് നോക്കുമ്പോൾ ഇതൊരു കറുത്ത ഗുഹയാണ്. ഗുഹയിലും കാവ്യശബ്ദം മുഴങ്ങാം. സഹൃദയത്വം ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തെയും നമുക്ക് ആത്മാർത്ഥമായി ആസ്വദിക്കാം. ഇത് ചരിത്രപ്രസിദ്ധമായ ഒരു കലാലയം. ഇതിൻ്റെ അന്തരീക്ഷത്തിൽ ശാസ്ത്രവും കലയും സാഹിത്യവും ചരിത്രവും എല്ലാം വിലയം പ്രാപിച്ച് കിടക്കുന്നു. ഈ കവിത മതി ഇവിടെ എന്ന് മനസ്സുപദേശിക്കുന്നു. കവിതയുടെ പേര് മഴത്തോറ്റം. ഇതൊരു കലാലയ അങ്കണമായതുകൊണ്ടാണ് ഈ കവിത മതി എന്ന് തീരുമാനിക്കുന്നത്. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ മഴത്തോറ്റം മറ്റു പല സ്ഥലങ്ങളിലും ചൊല്ലിയത് ഒരുപക്ഷെ നിങ്ങൾക്ക് ആസ്വദിക്കാം. ചിലരത് ആസ്വദിച്ചിട്ടും ഉണ്ടാകും. എങ്കിലും ഇത് ഇവിടെ ചൊല്ലണം എന്ന് ഇപ്പോഴൊരു തീരുമാനത്തിലെത്തുകയാണ്.
മാന്യ സുഹൃത്തുക്കൾക്കെല്ലാം മഴത്തോറ്റം ദയവായി ശ്രദ്ധിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. മലമുടികളിൽ നിത്യമൗനം ഘനീഭവിച്ചഴലിൻ കരിമ്പടം മൂടി നഭസിൻ്റെ നിറുക തൊട്ടാത്മഹർഷങ്ങളിൽ അലിയും ഹിമസ്വരം പാടി പ്രണവനാദങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങളിൽ ഒഴുകാൻ ജലശ്രുതി മീട്ടി ഋതുഭേദ നവഭാവ നടനാങ്കണങ്ങളിൽ ജനിമൃതിത്താളം ചവിട്ടി തിറയാടും അജ്ഞാതമൂർത്തി പ്രഭാവത്തിൽ അസുരവാദ്യങ്ങൾ മുഴക്കി മകുടജടയുലയും മഹാശൈല സംഗീത ഗഗനക്കൊടുങ്കാടിളക്കി ഇതിഹാസ വ്യസനങ്ങൾ ഉരുകിത്തളങ്കട്ടും ഉറവപ്രദേശങ്ങൾ പൊട്ടി ഇടവിടാതു ഉതിരുന്ന മിഴിനീർപ്രവാഹത്തെ മഴയെന്നു ചൊല്ലുന്നതാര് സകല ജന്മപ്രാണഹൃദയത്തിൽ വീഴുന്ന കുളിരെന്നു ചൊല്ലുന്നതാര് മഴയെന്ന് ചൊല്ലുന്നതാര് മുകിൽ മരം പെയ്യുന്ന കാരുണ്യവർഷമായി ചുമരിറമ്പിൽ വന്നു നിന്നും തൊടിയിലെ കുഞ്ഞിലക്കൊമ്പിളിൽ ചേക്കേറി ശലഭക്കിനാവുകൾ കണ്ടും വയലിലെ ഞറ്റടിത്തോറ്റങ്ങളിൽ 100 പവിഴക്കതിർക്കച്ച നെയ്തും തുളസിക്കതിർത്തുമ്പിൽ ഉമ്മവച്ചമ്മയായി പ്രകൃതീശ മന്ത്രം ജപിച്ചും ചിതറിപ്പൊഴിഞ്ഞു വീണോർമ്മപ്പരൽ മീന് പ്രണയക്കളിപ്പൊയ്ക തീർത്തും ഇടവഴിച്ചിന്തും ചിലങ്കയും ചേർത്തുവെച്ചുദയ ചിത്രങ്ങൾ വരച്ചും ഇടവത്തുലാവർഷമേഘപുരാവൃത്ത മറവിപ്പഴം പാട്ടുരച്ചും നെടുവീർപ്പടക്കി കുനിഞ്ഞ മൺകൂരയിൽ കരിനീർ കുഴമ്പുപോൽ ചോർന്നും തെരുവിൻ്റെ നരകപ്പഴഞ്ചാക്കിൽ ഭ്രാന്തൻ്റെ സുഖനിദ്ര തഴുകിത്തകർത്തും മലിന ദുർഗന്ധങ്ങൾ ഒന്നിച്ചൊഴുക്കിൻ്റെ കളഭകസ്തൂരിയാൽ മായ്ച്ചും മലിന ദുർഗന്ധങ്ങൾ ഒന്നിച്ചൊഴുക്കിൻ്റെ കളഭകസ്തൂരിയാൽ മായ്ച്ചും മുടിയഴിച്ചാടി ചിരിക്കുന്ന പെയ്ത്തിന് മഴയെന്നു പേരിട്ടതാര് കുളിരെന്നു പേരിട്ടതാര് അകലെയെങ്ങോ വിപിന ദുഃഖം പകർന്നെടുത്തലയും കൊടുങ്കാറ്റിനൊപ്പം തുറുകണ്ണു ചിന്തിക്കനൽമാല ചാർത്തുന്ന പനയക്ഷിയോടൊത്തു ചേർന്നും ഇടിമിന്നൽ ഉരുൾപൊട്ടൽ അട്ടഹാസങ്ങളിൽ പിടയുന്ന ഭൂതലം ചുറ്റി ഇടിമിന്നൽ ഉരുൾപൊട്ടൽ അട്ടഹാസങ്ങളിൽ പിടയുന്ന ഭൂതലം ചുറ്റി രുധിരത്തിരക്കോളിലാർത്തനാദങ്ങളെ കഴുകിക്കടൽ പൂക്കളാക്കി ഉറുമിപ്പുളപ്പിലെ തീക്കൊടിജ്വാലയിൽ ചിറകടിക്കും പക്ഷിയായി മുറിവേറ്റ നെഞ്ചിലെ മൃണ്മയ ചെന്തുടികൾ എരിയും വിരൽപൂരമായി ദലമർമ്മരച്ചൂളം ആളിപ്പടർന്ന് ആദിരഥവേഗ ഗന്ധർവമായി 1 കോടി അശ്വങ്ങൾ ഒന്നിച്ചഴിഞ്ഞോടുമിരുളിലെ ഹുങ്കാരമായി നഗരങ്ങൾ ഒന്നിച്ചടിച്ചുലയ്ക്കും വിശ്വനടനപ്പെരുങ്കാളിയായി പുളിനങ്ങളൊന്നായി അഗാധഗർത്തങ്ങളിൽ മറയും ചുഴിച്ചക്രമായി പ്രളയമായി പേതുള്ളിയെത്തുന്ന പെയ്ത്തിന് മഴയെന്ന് പേരിട്ടതാര് മതിവരാ പ്രതികാര മരണക്കുതിപ്പിന്
മഴയെന്ന് പേരിട്ടതാര്, കുളിരെന്ന് പേരിട്ടതാര്? പുഴതൻ ജടം കാത്തുവയ്ക്കും മണൽത്തട്ടിൽ പ്രണമിച്ചു നീറിക്കരഞ്ഞും സകല കാലങ്ങളും ദേശങ്ങളും ഒരേ ജലനൂലിൽ അണിയായിക്കൊരുത്തും. മഴയെന്നതേതോ സമുദ്രത്തിൽ ഇന്നലെ തിരയായിരുന്നെന്നറിഞ്ഞും മഴ എന്നിലുണ്ടെന്നറിഞ്ഞും ചരാചര ചിരബന്ധമേതെന്നറിഞ്ഞും മഴ എന്നിലുണ്ടെന്നറിഞ്ഞും ചരാചര ചിരബന്ധം ഏതെന്നറിഞ്ഞും നനയുന്നു ഞാൻ ഈ കൊടുംവെയിൽ പൊള്ളിച്ച തെരുവിൽ തെളിഞ്ഞും മറഞ്ഞും. കുതിരുന്നു ഞാൻ ഈ മനുഷ്യായുസിൻ വഴിപ്പടവിൽ പിഴിഞ്ഞും കുടഞ്ഞും. നനയുന്നു ഞാൻ ഈ കൊടുംവെയിൽ പൊള്ളിച്ച തെരുവിൽ തെളിഞ്ഞും മറഞ്ഞും. കുതിരുന്നു ഞാൻ ഈ മനുഷ്യായുസിൻ വഴിപ്പടവിൽ പിഴിഞ്ഞും കുടഞ്ഞും. കുടചൂടും ആത്മത്തിടമ്പേറ്റും അജ്ഞാനമുഖപടം മഴയിൽ തകർന്നും നടകൊള്ളുകയാണു ഞാൻ ഈ വഴി. നന്മതൻ മൊഴിവിത്തു പിന്നെയും പാകി. ഒടുവിൽ ഏകാന്ത സമാധി പോൽ ശാന്തമായി മറയുന്നു മഴയെന്ന ഞാനും. ഒടുവിൽ ഏകാന്ത സമാധി പോൽ ശാന്തമായി മറയുന്നു മഴയെന്ന ഞാനും. ഒടുവിൽ ചിതാകാശ ശൂന്യതയ്ക്കുള്ളിലേക്ക് അലിയുന്നു ഞാനെന്ന മഴയും നീയെന്ന മഴയും ഞാനെന്ന മഴയും. ഒടുവിൽ ചിതാകാശ ശൂന്യതയ്ക്കുള്ളിലേക്കലിയുന്നു ഞാനെന്ന മഴയും നീ എന്ന മഴയും നാം എന്ന മഴയും. ശ്രീ അസീം താന്നിമൂടിനെ കവിത അവതരിപ്പിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മോഹനകൃഷ്ണൻ കാലടി, ആ പേര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, കാരണം ഞാനും മോഹനകൃഷ്ണ കാലടിയും കൂടി മത്സരിച്ച് ബാലപംക്തിയിൽ കവിത എഴുതി പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ട് കാണുക. കവിത മണിച്ചിയുടെ വീട്ടിൽ വെളിച്ചമെത്തി. മണിച്ചിയുടെ വീട്ടിൽ വെളിച്ചമെത്തി, സിച്ചിട്ടു ലൈറ്റു തെളിഞ്ഞു കത്തി. മണിച്ചിയുടെ വീട്ടിൽ വെളിച്ചമെത്തി, സിച്ചിട്ടു ലൈറ്റു തെളിഞ്ഞു കത്തി. അത്ര നാളവ്യക്തമായിരുന്നതൊക്കെ ആ വെട്ടം വെളിപ്പെടുത്തി. ഒറ്റമുറിയുള്ള കൊച്ചു വീട്, മുറ്റമില്ലാത്തോരിടുങ്ങി നിൽപ്പ്, ചെത്തവും ചേലും നിലച്ച മട്ട്, സ്വപ്നശൂന്യങ്ങളാണുള്ളിരിപ്പ്. ഒറ്റമുറിയുള്ള കൊച്ചു വീട്, മുറ്റമില്ലാത്തോരിടുങ്ങി നിൽപ്പ്, ചെത്തവും ചേലും നിലച്ച മട്ട്, സ്വപ്നശൂന്യങ്ങളാണുള്ളിരിപ്പ്. മണിച്ചിയുടെ വീട്ടിൽ പൊറുതിയായി വെളിച്ചം സുമുഖാഹങ്കാരമായി. പതിവുപോൽ രാവങ്ങൊരുങ്ങിയെത്തി പടിവാതിലോരെ പകച്ചുപോയി. പതിവുപോൽ രാവങ്ങൊരുങ്ങിയെത്തി പടിവാതിലോരെ പകച്ചുപോയി.
എല്ലാമിഴിയും തുറന്ന് മൂച്ചിൽ നെഞ്ചൂക്കിനാൽ വെട്ടം ഹുങ്കുകാട്ടി. എല്ലാമിഴിയും തുറന്ന് മൂച്ചിൽ നെഞ്ചൂക്കിനാൽ വെട്ടം ഹുങ്കുകാട്ടി. കള്ളുമണക്കും തെറിയുമായി തല്ലാനുള്ള അങ്കും കരളിലേന്തി കെട്ടിയോനണയും ഇരുട്ടിൽ നോക്കി ഒറ്റയ്ക്കു ചെന്നു നിറഞ്ഞു നിൽക്കാൻ ഇന്ന് മണിച്ചി മറന്നുപോയി. ഒക്കത്തു നിന്നൂർന്നു പോയതെന്താം തേടിപ്പരതുകയാണ് അവളാ വെട്ടത്തിൽ വീടിനകത്തളത്തിൽ. ഒക്കത്ത് നിന്നൂർന്നു പോയതെന്താം തേടിപ്പരതുകയാണവളാ വെട്ടത്തിൽ വീടിനകത്തളത്തിൽ. കാറ്റോ കടലോ ഇരമ്പിയാർത്തു കാവിൻ്റെ പിന്നീന്നൊരുത്തു കേട്ടു. കാറ്റോ കടലോ ഇരമ്പിയാർത്തു കാവിൻ്റെ പിന്നീന്നൊരുത്തു കേട്ടു. തക്കമ്പാത്തിരവുടനോടിയെത്തി കുഞ്ഞു നിലാവൊന്നു കണ്ണു ചിമ്മി. തക്കമ്പാത്തിരവുടനോടിയെത്തി കുഞ്ഞു നിലാവൊന്നു കണ്ണു ചിമ്മി. വിരളിയും വേവലും മുന്തി മാറ്റി വെളിവോടവളായിരുട്ടിൽ മിന്നി. വിരളിയും വേവലും മുന്തി മാറ്റി വെളിവോടവളായിരുട്ടിൽ മിന്നി. എന്തോ മടിയിലണച്ച് കൊഞ്ചിച്ചാലോലമാട്ടും അട്ടിരസിക്കും മട്ടിൽ. എന്തോ മടിയിലണച്ച് കൊഞ്ചിച്ചാലോലമാട്ടിരസിക്കും മട്ടിൽ. പെട്ടെന്നു ഹുങ്കോട വീണ്ടുമെത്തി വെട്ടം മിഴിതുറി ചുറ്റു നോക്കി. പെട്ടെന്നു ഹുങ്കോട വീണ്ടുമെത്തി വെട്ടം മിഴിതുറി ചുറ്റു നോക്കി. ഞെട്ടി ഇരവുമിളം നിലാവും വല്ലാത്ത വീർപ്പോടവളണീറ്റ് സിച്ചണച്ചിരവിനോടൊട്ടി നിന്ന് കുഞ്ഞു നിലാവിനമ്മിഞ്ഞ നൽകി. വല്ലാത്ത വീർപ്പോടവളണീറ്റ് സിച്ചണച്ചിരവിനോടൊട്ടി നിന്ന് കുഞ്ഞു നിലാവിനമ്മിഞ്ഞ നൽകി. നന്ദി, നമസ്കാരം. അടുത്തതായി വിനോദ് വെള്ളായണി കവിത അവതരിപ്പിക്കും. ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഗ്രാമിക എന്ന കവിത. ഗ്രാമവൃക്ഷത്തിലെ കുയിലിനൊച്ച കേൾക്കുമ്പോൾ ഗ്രാമികയ്ക്കുള്ളിലായി ഞാനുമെൻ കൂട്ടും. അൻപും അമ്പും സമം തൊട്ടൊരാർദ്രമാം കനിവ് ഉണ്ടതീവ ദൂരം നമ്മൾ കടന്നേ പോകാൻ. പ്രണയപ്പൂ നറുമണം ഹൃത്തു തൊട്ടന്നേ കനവിൻ വിണ്ണനവുള്ളൊരപൂർവ നിമിഷത്തിൽ നമുക്കൊരേ പകൽ ഉച്ച സന്ധ്യയും രാവും തമ്മിലൊന്നായി നമ്മളുള്ളിൽ ലയിക്കും നേരം കടലിൻ വെൺമുഖം ചൊന്നു തുടുത്തിട്ടുണ്ടാം. മീനമാസത്തിലെ വെയിൽ ഏറ്റവും പ്രിയം എനിക്കേറെ മോദം തച്ചു ശില്പവേല തൻ കാവ്യം. ഇന്ദുബാലം കാറ്റിരട്ടിച്ചൊരു നേരത്തൻ കന്നത്തിൽ മുത്തമിട്ട ചിന്മയാനന്ദം മുപ്രകാശധാരയായൻ ഹൃത്തിൽ
അന്നാദ്യം ഉത്പതിച്ച ദിവ്യയാമം ഇപ്പോഴും ഓർപ്പേൻ. നിന്റെ പ്രേമോപദേശങ്ങൾ മുഷ്ടിയിൽ നിത്യം തുള്ളിടുന്നു പറയുത്സവം. നിന്റെ പ്രേമോപദേശങ്ങൾ മുഷ്ടിയിൽ നിത്യം തുള്ളിടുന്നു പറയുത്സവം. ആ നിലാവിങ്കൽ പട്ടുനൂലുകൾ സ്വസ്ഥ നിദ്രാദീപ്ത കിരണത്തിൻ ഒപ്പുചാർത്തുകയാവുമെൻ വിരൽ നിത്യവരികൾക്കായി. എൻ്റെ സ്വപ്നത്തിനടുക്കൽ നിന്റെ സ്വപ്നത്തിൻ വേരിലിറ്റും മഴത്തുള്ളിക്കുള്ളിലന്നേരം ജാഗ്രത്തിൻ ബോധരശ്മികൾ തൊട്ട നിമിഷത്തിൽ കൺമിഴിച്ചുണരുന്നുവോ ജലഭൂപടം നീളേ. ഏകാഗ്രം കിളിത്തൂവൽ മിനുക്കം നമ്മില മൈലാഞ്ചിക്കാടതെല്ലാം വലം വയ്ക്കുന്നു. വാക്കുകളായി വിവിധ വർണ്ണരാജി തീർക്കുന്നു. അരിമുല്ലപ്പൂക്കളായവ നമ്മിൽ വിടരുന്നു. ഉഷ്ണമരുവിൽ ശീതമധുരോദാരമാം ഗാനം ആലപിക്കും നേരമെത്ര മനോജ്ഞമായി രാഗം. അറ്റമേതും മുറിയാത്ത നിറവായുള്ളിൽ കവിത തേടും പൊരുളിലാ സൗന്ദര്യകേദാരം. ഈ തരുഛായാതലത്തിൽ ഈ കുളിർത്തോപ്പിൽ ജീവനാദം കേട്ടു ഞങ്ങൾ കൂട്ടുകൂടുമ്പോൾ വൃക്ഷശാഖിയിൽ അതേ കുയിലിനൊച്ച കേൾപ്പു ഞാൻ. ഹർഷവർഷോന്മാദ വൈഭവ ദർശനം ധന്യം. ഈ തരുഛായാതലത്തിൽ ഈ കുളിർത്തോപ്പിൽ ജീവനാദം കേട്ടു കൂട്ടുകൂടുമ്പോൾ വൃക്ഷശാഖിയിൽ അതേ കുയിലിനൊച്ച കേൾപ്പു ഞാൻ. ഹർഷവർഷോന്മാദ വൈഭവ ദർശനം ധന്യം. നമസ്കാരം. ശ്രീമതി VS ബിന്ദു കവിത അവതരിപ്പിക്കും. ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സോൾജിയർ ബോയ് എന്ന് പറയുന്ന സിനിമ കണ്ടതിൻ്റെ ഒരു ആഘാതം ഈ കവിതയ്ക്കുണ്ട്. കവിതയുടെ പേര് കുലകുലമുന്തിരി. 6 വയസ്സുകാരൻ പട്ടാളക്കാരനെ കണ്ടുകണ്ടങ്ങിരിക്കെ, മരണമേ മരണമേ ഇവന് നീ ഓസ്കാർ കൊടുക്കാഞ്ഞതെന്ത് എന്നുകൂടി പറയവേ, കൂവപ്പാടത്ത് കാവൽ നിന്ന മനുഷ്യക്കോലത്തിൻ്റെ ബയണറ്റ് ഭൂമിയിലേക്ക് മുനകുത്തി. മനുഷ്യക്കോലത്തിൻ്റെ ബയണറ്റ് ഭൂമിയിലേക്ക് മുനകുത്തി. വെളുത്ത നദി പോലെ അതിൻ സുരത ഭാഷ ഭൂമിയുടെ പൊക്കിളറുത്തു. ഉന്മാദം പൊതിഞ്ഞ തോക്കുണ്ട, ചിക്കി വലിച്ച നിലാത്തുണ്ട്, തൊലി നീലിച്ച പ്രണയം, കൂളക്കാറ്റിൻ്റെ കാറിച്ചകൾ, പേറ്റുകപ്പലിൽപ്പെട്ട് ഇടംകാലും വലങ്കാലും മാറ്റി മാറ്റി ചവിട്ടി അമറിപ്പിഴിയുന്നൊരൊച്ചയിൽ ആ പയ്യനെപ്പോലെ ഭൂമി പെറ്റുകൊണ്ടേയിരിക്കവേ, ചുരുട്ടിപ്പിടിച്ച കയ്യിൽ പതാകയേന്തി അരവു യന്ത്രത്തിൽ അരഞ്ഞ് പുളിച്ചു പൊങ്ങി പദം വന്ന കുട്ടികൾ ഭൂമി രക്തസ്രാവത്താൽ ചത്തിരുന്നു. നിലാവ് തീർന്നുപോയി 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 എന്ന് കിളികൾ തൊണ്ടക്കുടം പൊട്ടിച്ചു. കുഞ്ഞുങ്ങളുടെ തള്ളവിരലുകൾ മരണവള്ളികൾ കൂട്ടിക്കെട്ടിക്കൊണ്ടേയിരുന്നു. സ്വന്തം മരണത്തിനു ചുറ്റും കുഞ്ഞുങ്ങൾ കുലകുലാ മുന്തിരി കളിച്ച് കറങ്ങി നടന്നു. സ്വന്തം മരണത്തിനു ചുറ്റും കുഞ്ഞുങ്ങൾ കുലകുലാ മുന്തിരി കളിച്ച് കറങ്ങി നടന്നു. നന്ദി. അടുത്തതായി ശ്രീജിത്ത് അരിയല്ലൂർ കവിത അവതരിപ്പിക്കും. സമന്വയം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ആദരണീയരായ സുഹൃത്തുക്കളെ, കവിത വായിക്കാൻ പോകുമ്പോഴൊക്കെ വീട്ടിൽ നിന്ന് ഞങ്ങളോടെല്ലാവരോടും ഒരുപക്ഷെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്.
ഇതിനൊക്കെ പോയിട്ട് എന്താണ് ലാഭം എന്നാണ് ചോദിക്കാറുള്ളത്. കേരളീയം എന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാഹിത്യ അക്കാദമി ഇത്തരത്തിലുള്ള വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിച്ചതിനെ അഭിവാദ്യം ചെയ്യുന്നു. അതുകൊണ്ട് ലാഭം എന്ന ഒരു ചെറിയ കവിതയും കുറച്ച് ചെറിയ കവിതയും ഒരു നീണ്ട കവിതയും വായിക്കാം. ആദ്യ കവിത ലാഭം. കവിത എഴുതിയിട്ടും വായിച്ചിട്ടും എന്താണ് ലാഭം? ഘടികാരങ്ങളിലുള്ളതിനേക്കാൾ ഒരു നിമിഷം അത് ഞങ്ങളുടെ ജീവിതത്തെ നീട്ടിവെക്കുന്നു. ഘടികാരങ്ങളിലുള്ളതിനേക്കാൾ ഒരു നിമിഷം അത് ഞങ്ങളുടെ ജീവിതത്തെ നീട്ടിവെക്കുന്നു. മറ്റൊരു കവിത രാവിലെ. രാത്രി മഴ പെയ്താൽ കുരുവിക്കൂട് കാണിക്കാമെന്ന് പറഞ്ഞ് രാവിലെ അനിയത്തിയെ ചാമ്പയ്ക്കാമരത്തിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോകണം. പാതി വിടർന്ന മിഴികളോടെ അവൾ മുകളിലേക്ക് നോക്കുമ്പോൾ വിരിഞ്ഞിറങ്ങാറായ 1000 മഴത്തുള്ളികളെ കുരുവിക്കുഞ്ഞുങ്ങളാക്കി അവൾക്കു നേരെ പറത്തിവിടണം. വിരിഞ്ഞിറങ്ങാറായ 1000 മഴത്തുള്ളികളെ കുരുവിക്കുഞ്ഞുങ്ങളാക്കി അവൾക്കു നേരെ പറത്തിവിടണം. ആവിഷ്കാരം എന്ന കവിത. അമ്മിത്തറയ്ക്കു കീഴിലാണ് കോഴിക്കൂട്. തലയ്ക്കു മുകളിൽ അരയ്ക്കുന്ന മസാലമണം നിത്യവും അറിഞ്ഞാണ് വിരിഞ്ഞതും വളർന്നതും. എന്നിട്ടും കൂവാതിരുന്നില്ല, ചാടിക്കൊത്താതിരുന്നില്ല. പക്ഷിയായ ആരും പരിഗണിക്കാഞ്ഞിട്ടും ആവും പോലൊന്ന് പറന്നു നോക്കാതിരുന്നില്ല. പക്ഷിയായ ആരും പരിഗണിക്കാഞ്ഞിട്ടും ആവും പോലൊന്ന് പറന്നു നോക്കാതിരുന്നില്ല. മറ്റൊരു കവിത ആണി. കറുത്തവൻ, എപ്പോഴും അടിച്ചമർത്തപ്പെടുന്നവൻ, നിങ്ങളുടെ ഉറപ്പുകൾക്കിടയിൽ കിടന്ന് തുരുമ്പിച്ചു തീരുന്ന അറിയപ്പെടാത്ത ദളിതൻ. മറ്റൊരു കവിത സാരി. നീ ഉടുത്തപ്പോൾ ഭംഗി തോന്നി, എങ്കിലും പേടിയാണ്. ഒരു നെയ്ത്തുകാരനും കാണാനാവാത്ത ഒരാത്മഹത്യയുടെ കസവ് അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു നെയ്ത്തുകാരനും കാണാനാവാത്ത ഒരാത്മഹത്യയുടെ കസവ് അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. കുറച്ച് നീണ്ട ഒരു കവിതയാണ് കസേര എന്ന കവിത. അപ്പുറത്തെ വീട്ടിലെ മരിപ്പിന്, പിറന്നാളിന്, വിരുന്നിന്, യോഗത്തിന് പോയി വരുന്ന കസേരകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെട്ടെന്നുണ്ടാവുന്ന ആൾക്കൂട്ടങ്ങളിൽപ്പെട്ട് എപ്പോഴാവും സ്വന്തം വീട്ടിൽ തിരികെ എത്തുന്നതെന്നോർത്ത് ഇരിപ്പുറയ്ക്കാനാവാത്ത കസേരകളെ കണ്ടിട്ടുണ്ടോ? ചെറിയൊരു പരിപാടിയുണ്ടെന്ന് പറഞ്ഞ് ഓരോരുത്തർ എടുത്തുകൊണ്ടു പോകുന്ന കസേരകൾ പോയേടത്ത് ചിതറിയിരിക്കുന്നത് നോക്കിയിട്ടുണ്ടോ? തിരിച്ചു കൊണ്ടുപോകും വരെ കൂട്ടം തെറ്റുമോ, സ്വന്തം വീട് മാറുമോ എന്നോർത്ത് നെഞ്ചു പിടയ്ക്കുന്ന കസേരകളിൽ തൊട്ടിട്ടുണ്ടോ? പേടിച്ച രക്തത്തിൻ്റെ തണുപ്പാവും അവയ്ക്ക്. തിരികെ വീട്ടിൽ വന്നാൽ മരിച്ചുപോയ ആളെ പെട്ടെന്ന് മറന്നു ചിരിക്കുന്ന മനുഷ്യരുടെ രീതികളെക്കുറിച്ച് പറയുന്നുണ്ടവ. പിറന്നാൾ വീട്ടിലെ മിനുങ്ങുന്ന ആളുകൾ വിശക്കുന്നവരെ മറന്ന് കേക്കുകൾ വാരി വലിച്ച് മുഖത്തു തേച്ച് ഇങ്ങനെ പുളയ്ക്കുന്നത് എന്തിനെന്ന് സങ്കടപ്പെടുന്നുണ്ടവ. വിരുന്നിന് വന്നവരിൽ ഒരാൾ ക്ലോസറ്റിൽ വെള്ളമൊഴിക്കാതെ മാന്യനായി ഇറങ്ങിപ്പോയ രഹസ്യം അത് വെളിപ്പെടുത്തുന്നുണ്ട്. എന്തിനാണ് ഇത്ര വലിയ സ്വാഗത സംഘം, ഇത്ര പിരിവ്, ഇത്ര ഫ്ലക്സ്, ഇത്ര പൂച്ചെണ്ടുകൾ, ഇത്ര പുകഴ്ത്തലുകൾ, ഇത്ര വിഭവങ്ങൾ, ഇത്ര വെട്ടിക്കെട്ട്? പകരം ഒരു പുസ്തകം, ഒരു പേന കൊടുത്താൽ പോരെ എന്നവ ചോദിക്കുന്നുണ്ട്. ആര് കേൾക്കാൻ? പോട്ടെ, വീട് മാറിപ്പോയ ഒരു കസേരയുടെ നെഞ്ചിടിപ്പ്, വേദന, വിതുമ്പൽ, ശ്വാസം മുട്ടുപോലും തിരിച്ചറിയാനാവാതെയല്ലേ നിങ്ങൾ കാലാട്ടി ഈ കവിത വായിക്കുന്നത്? അല്ലെങ്കിലും നിങ്ങൾ എത്ര നാളിങ്ങനെ കസേരകളിൽ അമർന്നിരിക്കും? അല്ലെങ്കിലും നിങ്ങൾ എത്ര നാളിങ്ങനെ കസേരകളിൽ അമർന്നിരിക്കും? ഒടുവിലെ 2 ചെറിയ കവിത കൂടി പറയുന്നു. പതാക എന്ന കവിത. ഒരു പതാകയുണ്ട്, കണ്ണീരിനാൽ വെളുപ്പിച്ചത്, ചോരയാൽ അടയാളം വെച്ചത്, മരിച്ചാലും പിടിവിടാത്തത്. പിന്നെങ്ങനെയാണ് സഖാവേ നാം ഒറ്റയാവുന്നത്? ഒടുവിലെ കവിത യാത്ര. പണ്ട് നാടുവിടുമ്പോൾ ബസ്സിൽ എഴുതിയിരുന്നു ശ്രീ കാടാമ്പുഴ ഭഗവതി ഈ വാഹനത്തിൻ്റെ ഐശ്വര്യം എന്ന്. ഇന്ന് തിരിച്ചു വരുമ്പോൾ ബസ്സിൽ എഴുതിയിരിക്കുന്നു ശ്രീ മാതാ അമൃതാനന്ദമയി ഈ വാഹനത്തിൻ്റെ ഐശ്വര്യം എന്ന്. കാടാമ്പുഴ ഭഗവതി ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങിപ്പോയത്? കാടാമ്പുഴ ഭഗവതി ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങിപ്പോയത്? നമുക്ക് കേരളീയർക്ക് ഇങ്ങനെ കൂടിയിരിക്കാൻ പറ്റേണ്ടതുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എന്താണ് ലാഭം എന്ന് ചോദിച്ചല്ലോ.
ഇങ്ങനെയൊക്കെ കൂടിയിരിക്കുന്നത് കൊണ്ടാണ്, സർഗാത്മകമായി നമ്മളിങ്ങനെ ആവിഷ്കരിച്ചും സംവദിച്ചും കൊണ്ടും ഇരിക്കുന്നത് കൊണ്ടാണ് കേരളം ഇപ്പോഴും ഒരു തുരുത്തായി മാറുന്നത്. അതുകൊണ്ട് ഈ പരിപാടിക്ക് അതിൻ്റേതായ പ്രസക്തിയുണ്ട്. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് അവസാനിപ്പിക്കുന്നു. അടുത്തതായി കവിത അവതരിപ്പിക്കുന്നത് വിഷ്ണു സുജാത മോഹൻ. ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. ചില ആമുഖമായി ചില കാര്യങ്ങൾ പറയാതിരിക്കാതെ വയ്യ എന്നുള്ളതാണ്. കവിത വായിച്ചു തുടങ്ങിയ കാലം മുതൽ, അല്ലെങ്കിൽ അത് കേട്ടു തുടങ്ങിയ കാലം മുതൽ വായിക്കുകയും അല്ലെങ്കിൽ കവിത എഴുതുന്ന സമയത്ത് പാഠപുസ്തകം പോലെ കൊണ്ടു നടക്കുകയും ചെയ്ത ചില കവികളുടെ ഒപ്പം ഇരുന്ന് കവിത വായിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് ആദ്യം പങ്കുവെക്കട്ടെ. ഒരു കാര്യം എന്നുള്ളത്, എൻ്റെ ഈ നിലനിൽപ്പ് എൻ്റെ ഒറ്റയ്ക്കുള്ള നിലനിൽപ്പല്ല എന്നുള്ളതാണ്. ഞാൻ കേരളത്തിലെ ഒട്ടനവധി ക്യൂറായുള്ള വ്യക്തികളുടെ പ്രതിനിധി എന്നുള്ള രീതിയിലാണ് കേരളീയം എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു നിലനിൽപ്പ് പെട്ടെന്ന് ഉണ്ടായതല്ല. അതിന് വളരെ കാലത്ത് ചരിത്രമൊന്നുമില്ല, ചെറിയ ചരിത്രമേ ഉള്ളൂ. അപ്പം ഈ നിലനിൽപ്പിന് അത്തരത്തിലുള്ള ചരിത്രപരമായൊരു മൂല്യം കൂടിയുണ്ട് എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒട്ടും എളുപ്പമായിരുന്നില്ല ഇത്തരത്തിലുള്ള നിലനിൽപ്പ്. ധാരാളം അവഗണനകളുടെ അല്ലെങ്കിൽ വേദനകളുടെ ചരിത്രം ഇത്തരത്തിലുള്ള കവിതകൾക്കുണ്ട്. അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന കവിതകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കവിതകൾ, അത്തരത്തിലുള്ള വേദനകൾ, പ്രശ്നങ്ങളെല്ലാം കടന്നു വരുന്നുണ്ടാവും. അത്തരത്തിലൊരു കവിതയാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. 2 കവിതകളാണ് വായിക്കുന്നത്. അതിൽ ആദ്യത്തെ കവിത ബസ്സിലെ പാട്ട്. 10ൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് ശരവണ ബസ്സിൽ 5 പാട്ടിൻ്റെ ദൂരമായിരുന്നു. 5ാമത്തെ പാട്ടിൻ്റെ അവസാന വരിയിൽ വീട്ടിൽ ചെന്നിറങ്ങാം. 10ൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് ശരവണ ബസ്സിൽ 5 പാട്ടിൻ്റെ ദൂരമായിരുന്നു. 5ാമത്തെ പാട്ടിൻ്റെ അവസാന വരിയിൽ വീട്ടിൽ ചെന്നിറങ്ങാം. വൈകുന്നേരങ്ങളിൽ സ്കൂൾ നേരത്തെ വിട്ടാലും ഞാൻ ശരവണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കും. സ്കൂൾ നേരത്തെ വിട്ടാലും ഞാൻ ശരവണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കും. ചിരിക്കുമ്പോൾ മാത്രം കൊമ്പല്ല് തെളിഞ്ഞു കാണുന്ന അതിലെ കണ്ടക്ടർക്ക് 1 രൂപ കൊടുക്കുമ്പോൾ അറിയാത്ത മാതിരി കയ്യിലൊന്ന് തൊടും. ബസ്സിലപ്പോൾ ഒരു പ്രേമഗാനമാകും തീർച്ച. പട്ടാമ്പി പാലത്തിലേക്ക് ബസ് കയറുമ്പോൾ പടിഞ്ഞാറന്ന് വരുന്ന അന്തിക്കാറ്റിൽ ബസ് ആകാശത്തേക്ക് പറക്കും. പാലത്തിനു മീതെ ഞങ്ങളുടെ പ്രേമപ്പറത്തം, കീഴെ പുഴയൊഴുക്കിൻ്റെ നിത്യ മന്ദഗതി. ആളൊഴിഞ്ഞ ശരവണയിൽ സർക്കസുകാരൻ്റെ തഴക്കത്തോടെ മുട്ടിനുമീതെ ഇടത്തോട്ട് കയറ്റിയെടുത്ത മുണ്ട് അയാൾ ഉലച്ചൊടുക്കുമ്പോൾ ഒരു സങ്കടപ്പാട്ടിൽ ഞാൻ അയാളിലേക്ക് നീന്തും. തോൾസഞ്ചിയിൽ നിന്നും ചില്ലറ എണ്ണി തിട്ടപ്പെടുത്തുകയാകും അയാളപ്പോൾ. അടുത്തടുത്തിരുന്ന് ഞങ്ങൾ നടക്കാത്ത സ്വപ്നങ്ങൾ കാണും. ഇവിടെ ഇരുന്നാൽ ദൂരെ മേഘങ്ങൾക്കൊപ്പം മിനാരങ്ങൾ, മിനാരങ്ങളിൽ അമ്പലപ്രാവുകളുടെ തലമുറകൾ. ശേഷം നീ ഭാവിയിൽ ഇല്ലാതായേക്കാവുന്ന വീടിനെപ്പറ്റി, അനാഥരായേക്കാവുന്ന സഹോദരിമാരെപ്പറ്റി ആശങ്കപ്പെടുന്നു. വീട് നഷ്ടപ്പെട്ടവരുടെ, നാട് നഷ്ടപ്പെട്ടവരുടെ നിലയ്ക്കാത്ത ഒഴുക്ക് കാണിക്കുന്നു. അവർക്കു മുന്നിൽ നീണ്ട നെടുംപാതകൾ. നോക്കൂ, ഇപ്പോൾ ഇവിടെ ശാന്തമാണല്ലോ എന്ന് ഞാൻ. ഏത് ദുരന്തത്തിനാണ് ദൂതനുണ്ടായിട്ടുള്ളത് എന്ന് നിന്റെ ദൈന്യം. ഏത് ദുരന്തത്തിനാണ് ദൂതനുണ്ടായിട്ടുള്ളത് എന്ന് നിന്റെ ദൈന്യം. സ്കൂൾ കാലം കഴിഞ്ഞ് കണ്ടതേയില്ല ഞാൻ അയാളെ. സ്കൂൾ കാലം കഴിഞ്ഞ് കണ്ടതേയില്ല ഞാൻ അയാളെ. ശരവണയിൽ മാറി വന്ന കണ്ടക്ടർ ഒരു ഭക്തനായിരുന്നു. ബസ്സിൽ സദാസമയം ഭക്തി മുഴങ്ങി. രാമനും ലക്ഷ്മണനും അയ്യപ്പനും കൂടി കാശിക്ക് പോകുന്ന മട്ട്. വണ്ടി പട്ടാമ്പി പാലത്തിലെത്തിയിട്ടും കിട്ടാതിരുന്ന പുഴമണത്തെ നോക്കി തല വെളിയിലിട്ടതായിരുന്നു. ബസ് വിറയ്ക്കുമൊച്ചയിൽ കാവിയുടുത്ത കണ്ടക്ടറുടെ ആജ്ഞ, കയ്യും തലയും പുറത്തിടരുത്. പാലത്തിനു കീഴെ പുഴ തിടുക്കപ്പെട്ടൊഴുകുന്നു, വെള്ളത്തെ നാട് കടത്തുന്ന മാതിരി. ബസ്സിൽ ചാഞ്ഞിരുന്ന് കണ്ണടയ്ക്കുമ്പോൾ നീണ്ടുവരും കൊമ്പല്ലു തെളിയുന്ന ചിരിയുള്ള കണ്ടക്ടറുടെ കൈ.
കാലം ഒരു വഴുക്കുവരാലിനെ പോലെ പുഴയിൽ തെന്നിമാറുന്നു. അതിൻ്റെ ചെകിളയ്ക്ക് വെണ്ണീറിട്ട് പിടിക്കുന്നു ഓർമ്മ. കണ്ണടച്ചാൽ മാത്രം കാണാവുന്ന ദൂരത്തിൽ അതിർത്തികൾക്കപ്പുറം അയാളുണ്ട്. കണ്ണടച്ചാൽ മാത്രം കാണാവുന്ന ദൂരത്തിൽ അതിർത്തികൾക്കപ്പുറം അയാളുണ്ട്. അയാളുടെ ചിരിയും. ഇപ്പോൾ എത്ര പാട്ടു കഴിഞ്ഞിട്ടും വീടെത്തുന്നേയില്ല. ഇപ്പോൾ എത്ര പാട്ടു കഴിഞ്ഞിട്ടും വീടെത്തുന്നേയില്ല. മറ്റൊരു കവിത കൂടിയും, ഒരു ചെറിയ കവിത കൂടിയും വായിക്കാം എന്ന് വിചാരിക്കുന്നു. നിരാശാജീവികൾ അഥവാ നിശാജീവികൾ. ഞങ്ങൾ ഹിജടകൾ, നഗരത്തിൻ്റെ വെളിച്ചം കേറാ മൂലയിൽ രാത്രികളിലേക്ക് മാത്രം തുറക്കുന്ന വാതിലുകളുള്ള വീടുകൾ ഞങ്ങൾക്ക് അഭയം. ഞങ്ങൾ ഹിജടകൾ, നഗരത്തിൻ്റെ വെളിച്ചം കേറാ മൂലയിൽ രാത്രികളിലേക്ക് മാത്രം തുറക്കുന്ന വാതിലുകളുള്ള വീടുകൾ ഞങ്ങൾക്ക് അഭയം. പകലിൽ 9 ചാന്തുപൊട്ട് പെണ്ണാച്ചികൾ, കോത്തി 3 ലിംഗം അറവാണിച്ചികൾ, ഇരവാൻ്റെ കാമപ്പൂതി മാറ്റിയോരിരവിൻ്റെ തീരാത്തയാവർത്തനം ഞങ്ങളുടെ രാത്രികൾ. ഞങ്ങൾ കോത്തികൾ രാത്രിയുടെ മറവിൽ, കാട്ടുപൊന്തകളിൽ, കൽമതിലുകളിൽ, വെറും നിലത്ത് നിങ്ങൾ ചേർത്തു നിർത്തും ജഡശരീരങ്ങൾ. നിങ്ങൾക്ക് ലിംഗമിറക്കാൻ പോന്നൊരു വിടവ്. പകലിൽ ഇങ്ങോട്ട് നോക്കിയില്ലൊരു കൺകളും, നീളില്ല മെയ്യോളം ഒരു കൈകളും. ഇരവിൽ മെയ്യിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടക്കും കൈകൾ, കണ്ണുകൾ, കാമം. ഞങ്ങൾ അറവാണിച്ചികൾ, വാടിയ മുല്ല, ജമന്തി, കനകാംബര മണങ്ങൾ. രാത്രിയിൽ വെളുപ്പിച്ചിറങ്ങും നരച്ച തൊലിപ്പുറങ്ങൾ, മിനുക്കുസാരികൾ. ഇല്ല നാട്, വീട്, ബന്ധുക്കൾ ഒരിടത്തും. ഇല്ല സൂര്യൻ, പകൽ, വെളിച്ചം. ഉള്ളത് രാത്രികൾ, ഇരുട്ട്, പന്തികൾ, തീരാത്ത ഭോഗങ്ങൾ, കൂടാമുറിവുകൾ, ഉണങ്ങാവ്രണങ്ങൾ. നിങ്ങളുടെ ആട്ടും തുപ്പും, ഒടുക്കം ബിലാത്തി പകലുറക്കങ്ങൾ. ഞങ്ങൾ മനുഷ്യജന്മങ്ങൾ, അധികമാരും സ്നേഹത്തോടെ തൊട്ടിട്ടില്ലാത്തോരുടൽ. നമുക്കൊരേ ചോര, എല്ലുമിറച്ചിയും ഒന്ന്. നന്ദി. പ്രിയപ്പെട്ട കവിയും കേരള സാഹിത്യ അക്കാദമിയുടെ ആദരണീയനായ സെക്രട്ടറിയുമായ ശ്രീ CP സാർ കവിത അവതരിപ്പിക്കും. അദ്ദേഹത്തെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ കവിത വായിക്കേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആദ്യം ഒരു സ്വാഗതം പറഞ്ഞാൽ മതിയാവുമെന്ന് ഉള്ള ധാരണയായിരുന്നു. ഇപ്പോൾ ഫോണിൽ നിന്ന് കുറേ ശ്രമിച്ച് കണ്ടുപിടിച്ച ഒരു പഴയ കവിത ഞാനിവിടെ വായിക്കുകയാണ്. വഴി എന്നാണ് കവിതയുടെ തലക്കെട്ട്. വനവൃക്ഷ നീടത്തിൽ കൊക്കുരുമ്മീടുന്ന നീരണക്കിളികൾക്കു നേരെ വനവേടൻ അമ്പുമായി വരികിൽ നമുക്കിനി ഒരുമിച്ച് നേരിടാമല്ലോ. കരിയിലക്കൂട്ടത്തിൽ സാലപത്രങ്ങളിൽ കാലച്ച കേൾക്കുന്നതെന്തേ? കാതോർത്തിരിക്കാം, വിദൂരത്തു നിന്നാരോ വില്ലുമായെത്തുന്നുവല്ലോ. കൺപാർത്തിരിക്കാം, ഉറക്കിലും നമ്മുടെ ഹൃദയം തുറന്നേയിരിക്കാം. നിന്മനം എന്മനം എന്നു വേറിട്ടല്ല നമ്മൾ ഒന്നിച്ചെന്നുമെന്നും. നിൻ കൈകൾ എൻ കൈകൾ എന്നു വേറിട്ടല്ല നമ്മൾക്കൊരേ കൈകളല്ലോ. നിൻമിഴി എന്മിഴി എന്നു വേറിട്ടല്ല നമ്മൾക്കൊരേ കാഴ്ചയല്ലോ. നിൻ കാതും എൻ കാതും എന്നു വേറിട്ടല്ല നമ്മൾക്കൊരേ കേൾവിയല്ലോ. പിന്നിൽ നിന്നാരോ ചരിത്രത്തിൽ ഇത്തിരി അമ്പും വിഷവും കലർത്തി, പിന്നിൽ നിന്നാരോ ചരിത്രത്തിൽ ഇത്തിരി അൻപും വിഷവും കലർത്തി. പിറകിലില്ലൊന്നും ചരിത്രമല്ലാതെന്ന സത്യം നമുക്കിനി മാർഗം. പിറകിലില്ലൊന്നും സത്യമല്ലാതെന്ന ചരിത്രമല്ലാതെന്ന സത്യം നമുക്കിനി മാർഗം. നമസ്കാരം. ഈ കവി സമ്മേളനം ഇവിടെ സമാപിക്കുകയാണ്. ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്നതിനും കവിത അവതരിപ്പിക്കുന്നതിനും കേരള സാഹിത്യ അക്കാദമിയുടെ ഭരണസമിതി അംഗവും അക്കാദമി അവാർഡ് ജേതാവുമായിട്ടുള്ള ശ്രീ MR രേണുകുമാറിനെ സവിനയം ക്ഷണിക്കുന്നു.
എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സ്നേഹം. കവിതയുടെ പേര് പാണ്ടുകൾ. അവൻ്റെയും അവളുടെയും തവിട്ട് ഉടലുകളിൽ പിങ്കുനിറത്തിൽ ദൈവം വരയ്ക്കാത്ത രാജ്യങ്ങളുടെ ഭൂപടങ്ങളില്ല. അവൻ്റെയും അവളുടെയും തവിട്ട് ഉടലുകളിൽ പിങ്കുനിറത്തിൽ ദൈവം വരയ്ക്കാത്ത രാജ്യങ്ങളുടെ ഭൂപടങ്ങളില്ല. ഒരാൾക്കു കൂടി ഇടമുണ്ടെങ്കിലും അവരുടെ അടുത്ത് ആരും ഇരിക്കാറില്ല. എല്ലാവരെയും തൊട്ടൊഴിയുന്ന കാറ്റ് അവരെ കാണെ വഴി മാറിപ്പോകുന്നു. എല്ലാവരെയും നനയ്ക്കുന്ന മഴ അവരുടെ മീതെ വീഴാതെ പോകുന്നു. അവരാകട്ടെ പഴംപൊരിയും ബീഫും കൈമാറി കഴിച്ചും നാരങ്ങാച്ചായ പങ്കിട്ട് കുടിച്ചും ചുറ്റുപാടുകൾ മറന്നിരിക്കുന്നു. ഒഴിവു നേരങ്ങളിൽ അവർ തങ്ങളുടെ ഉടലുകളിൽ പിറവിയെടുക്കുന്ന പുതിയ രാജ്യങ്ങളെ കണ്ടെത്തി കളിക്കുന്നു. കണ്ണിനും കണ്ണാടിക്കും എത്തപ്പെടാനാവാത്ത അവൻ്റെ മുതുകിൽ അവളൊരു മരുപ്പച്ച കണ്ടുപിടിക്കുന്നു. അവളുടെ കണ്ണിൽ പിറന്ന് കവിളിലൂടെ ഒഴുകി മുലഞ്ഞെട്ടുകളെ തരിപ്പിച്ച് അടിവയറ്റിൽ പതിക്കുന്ന ഉള്ളൊഴുക്കുകളെ അവൻ ചെവി ചേർത്ത് പിടിച്ചെടുക്കുന്നു. ആകാശക്കാഴ്ചയിൽ ഭൂമി സമുദ്രനീലയിൽ അലിഞ്ഞു തീരാത്ത വലുതും ചെറുതുമായ വെറും പാണ്ടുകൾ മാത്രം. ഭൂമിയിലെ പാണ്ടുകളെല്ലാം തുടച്ചു കളഞ്ഞ് പ്രളയം അതിനെ നീല പുതപ്പിക്കും മുമ്പ് അവരവരുടെ ഉടലുകളിലെ അവസാന രാജ്യവും കണ്ടുപിടിക്കുമായിരിക്കും. ഭൂമിയിലെ പാണ്ടുകളെല്ലാം തുടച്ചു കളഞ്ഞ് പ്രളയം അതിനെ നീല പുതപ്പിക്കുന്നതിന് മുമ്പ് അവരവരുടെ ഉടലുകളിലെ അവസാന രാജ്യവും കണ്ടുപിടിക്കുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളീയം പരിപാടിയോട് അനുബന്ധിച്ചുള്ള സാഹിത്യ അക്കാദമിയുടെയും കേരള സംസ്ഥാന സർവ്വവിജ്ഞാന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ഒക്കെ മേൽനോട്ടത്തിൽ ഇത്ര നേരം നടന്നു വന്ന ഈ കവിയരങ്ങിൽ കാവ്യാസ്വാദകരായ നിങ്ങൾ വളരെ നല്ല രീതിയിൽ അത് കേട്ടിരിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്, അറിയാം. ഔപചാരികമായ ഒരു കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ വേദിയിൽ കവിത അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട സച്ചി മാഷ്, പ്രഭാവർമ്മ, മധുസൂനൻ നായർ, കുരീപ്പുഴ ശ്രീകുമാർ, ശ്രീ CP അബൂബക്കർ, VS ബിന്ദു, PK ഗോപി, PN ഗോപികൃഷ്ണൻ, രാവുണ്ണി, വിനോദ് വൈശാഖി, അശോകൻ മറയൂർ, മോഹനകൃഷ്ണൻ കാലടി, അസീം താന്നിമൂട്, വിഷ്ണു സുജാത മോഹൻ, വിനോദ് വെള്ളായണി, ശ്രീജിത്ത് അരിയിലൂർ, എല്ലാ പ്രിയപ്പെട്ട കവികൾക്കും സാഹിത്യ അക്കാദമിയുടെ പേരിലുള്ള കേരളീയത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടി നല്ല രീതിയിൽ നിയന്ത്രിച്ച സുനിൽ, അതുപോലെ തന്നെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കുമാണ് കൂടുതൽ നന്ദി പറയേണ്ടതുള്ളത്. എല്ലാ കാവ്യ ആസ്വാദകർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി എല്ലാ വിധത്തിലുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമസ്കാരം. ഈ കവി സമ്മേളനം ഇവിടെ സമാപിച്ചതായി അറിയിക്കുന്നു.